പ്ലസ് ടു ഒക്കെ പഠിക്കുമ്പോൾ ഇതുപോലെ ക്ലാസ്സൊക്കെ ആയിട്ട് ഈ സിനിമയ്ക്കൊക്കെ പോകുമായിരുന്നു. ചേട്ടാ എന്നെ കൊണ്ട് ഈ പരിപാടി പറ്റുന്നില്ല, നിങ്ങൾക്ക് സീനാകുന്ന കേസായിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ആഷിർ, അജിൻ, അലൻ, വിനായകനും എല്ലാവരും ആണെങ്കിലും അവരവരുടേതായ പരിപാടികൾ ചെയ്യാൻ വേണ്ടി വരുന്നു. ഞാനും അത് തന്നെ ചെയ്യാൻ വേണ്ടി വരുന്നു. ഇതിൻ്റെ ഒരു മൊത്തം പരിപാടി എങ്ങനെയാണെന്നുള്ള കാര്യത്തിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അതെ, ഒരു 6-7 ഷോട്ടൊക്കെ ആകുമ്പോൾ അല്ലേ അവർ പറയുന്നുണ്ട് നമുക്കിത് CG ചെയ്യാം, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അല്ല, രണ്ടിനും സാധ്യതയുണ്ട് എപ്പോഴും. നമുക്ക് അങ്ങോട്ടും അറിയാം ഇങ്ങോട്ടും അറിയാം. ഏതാണോ നമുക്ക് ബെറ്റർ ആയിട്ട് കിട്ടുന്നത് അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. സിനിമ എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്, ചില 2-3 മാസം കഴിയുമ്പോൾ വരുന്നുണ്ട്, സാമ്പത്തികവും ഇല്ല, പോകുന്നേരം വണ്ടിക്കുള്ളിൽ വീട്ടിൽ നിന്ന് അമ്മച്ചിയുടെ നിന്നായിരിക്കും വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. ഇങ്ങനെ നീ ചറവറ സ്റ്റോറിയൊന്നും ഇടല്ലേ, ഇനി ഇച്ചിരി കൂടെ നിലവാരമുള്ളതൊക്കെ ഇടണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറയാറുണ്ട്. സിനിമ മാക്സിമം കാണുക എന്നേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും പറയാനില്ല. ഹലോ എവ്രിവൺ, വെൽക്കം ടു ഗ്ലോബൽ വുഡ് റെക്കോർഡ്സ്. ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് വാഴ 2 ഡയറക്ടറാണ് സെവൻ സാർ. വെൽക്കം ടു ദ ഷോ സർ. സോ ഫസ്റ്റ് തന്നെ സാറിനൊരു വലിയൊരു കൺഗ്രാറ്റുലേഷൻസ് ഫോർ സച്ച് എ ഹ്യൂജ് സക്സസ് ഓഫ് വാഴ 2 ഫിലിം. വാഴ 2 തിയേറ്ററിൽ സ്ക്രീനിൽ ആദ്യമായി കാണിക്കുന്നത് ലോകത്തിലുള്ള എല്ലാ അസിസ്റ്റന്റ് ഡയറക്ടർമാർക്കും എന്നാണ്. വർഷങ്ങളായി ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തതിന് ശേഷം ആ ഒരു സ്ക്രീൻ ആഡ് ചെയ്യാനുള്ള റീസൺ എന്തായിരുന്നു? അങ്ങനെ ആദ്യം പ്രത്യേകിച്ച് റീസൺ ഒന്നും ഇല്ലായിരുന്നു, എനിക്ക് അങ്ങനെ ചെയ്യാൻ തോന്നി. ഞാനിതുപോലെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്ത് വന്നതാണ്. എവിടെ സിനിമ ഉണ്ടെങ്കിലും അവിടെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ഉണ്ടാവുമെന്ന് ഉള്ളൊരു തോന്നൽ തോന്നി, അത്രേ ഉള്ളൂ. അപ്പം അത് ഫസ്റ്റ് ആയിട്ട് ആ സ്ക്രീനിൽ കാണുമ്പം അതിന്റെ ഒരു മൊമെന്റ് എങ്ങനെയായിരുന്നു, എന്താണ് ഫീൽ ചെയ്തത്? ഞാനത് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ച ആൾക്കാർക്ക് എന്താ ഒരു എനിക്കറിയില്ല, പക്ഷെ അതിനെ ഇങ്ങനെ ഒരുപാട് ആൾക്കാരെ അപ്പോൾ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടതിന് ശേഷം. അപ്പം ഞാനത് എഴുതിയിട്ടതിൻ്റെ ഒരു സന്തോഷം ആൾക്കാർക്കുണ്ടായി, അല്ലെ ഞാൻ ഉദ്ദേശിച്ച ആൾക്കാരുണ്ട് അവർക്ക് അത് അവർക്ക് അപ്പോൾ എന്നെ വിളിച്ച് ഒരുപാട് സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പം എനിക്കൊരു സന്തോഷം തോന്നി. ഓക്കെ, അപ്പൊ ഈ സിനിമയില് ഒരു ഹോൾ പ്രോസസ് ആണല്ലോ, അതിൽ അസിസ്റ്റന്റ് ഡയറക്ടറിന്റെ റോൾ എങ്ങനെയാണ്? വളരെ കഷ്ടപ്പാടുള്ള ഒരു ജോലിയാണത്. ഇപ്പം നമുക്കാണെങ്കിൽ നാട്ടിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഒക്കെ അസിസ്റ്റന്റ് ഡയറക്ടർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവം എന്ന് അത്ര വലിയ പിടിയില്ല. ആൾക്കാരൊക്കെ ചിലപ്പോൾ നമ്മളൊരു 3-4 വർഷമൊക്കെ ആൾക്കാരൊക്കെ അംഗീകരിക്കുമോ ഇവൻ സിനിമ എന്നൊക്കെ പറഞ്ഞുള്ള മൂടി പോകുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അവരും അങ്ങനെ ഇതൊന്നുമില്ല, നമ്മുടെ സ്വന്തമായിട്ടുള്ള നമ്മൾ സ്ട്രഗിളാണ്. ഇപ്പം എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കണമെന്നോ എല്ലാ നിമിഷങ്ങളും ഒരുപോലെ ആയിരിക്കണമെന്നോ ഒന്നുമില്ല. എപ്പോഴും ഇങ്ങനെ ചേഞ്ചുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക, അതിനനുസരിച്ച് നമ്മൾ കൂടെ ട്രാവൽ ചെയ്യുക. ഡയറക്ടറിന് വേണ്ടി എന്താണോ അല്ലെ സിനിമയ്ക്ക് വേണ്ടി എന്താണോ അതിനുവേണ്ടി നമ്മൾ വർക്ക് ചെയ്യാന്നുള്ളൊരു മൂഡാണ് അതിന്. സെവൻ പറഞ്ഞല്ലോ, നമുക്കിപ്പം സ്ട്രഗിൾസ് ഉണ്ടാവും. അപ്പം ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത സമയത്ത് എപ്പോഴെങ്കിലും ഒരു വിഷമം തോന്നിയ ഒരു നിമിഷം, അല്ലെങ്കിൽ ഒന്ന് മാറി കരഞ്ഞൊരു നിമിഷം, അങ്ങനത്തെ എന്തെങ്കിലും മൊമെന്റ്സ് മൊമെന്റൊക്കെ ഉണ്ട്, എനിക്ക് പറയാൻ കൂടെ വയ്യ. ആ മൊമെന്റ് ഇല്ലാത്ത ഒരാളും കാണത്തില്ല. ഏതെങ്കിലും ഒരു മൊമെന്റിൽ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു നമുക്കൊരു പ്രോബ്ലം നമ്മൾ എന്തായാലും അതിനെ തരണം ചെയ്തിട്ടുണ്ടാകാം. തരണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴായിരിക്കുമല്ലോ നമ്മൾ അവിടെ തന്നെ നിൽക്കാൻ മുന്നോട്ട് പോകുന്നത്. പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാകും. അപ്പം നമുക്കാണ് ആവശ്യമുള്ളത് എന്തിലേക്കാണ് എത്തേണ്ടതെന്നുള്ളത്. ബ്രീഫായിട്ട് ഒരു ജേർണി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും പറയാം? ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സിനിമ ഇങ്ങനെ ഇഷ്ടമായിരുന്നു ഒരു ടൈം ഒക്കെ മുതൽ. പ്ലസ് ടു ഒക്കെ പഠിക്കുമ്പോൾ ഇതുപോലെ ക്ലാസ്സൊക്കെ ആയിട്ട് ഈ സിനിമയ്ക്കൊക്കെ പോകുമായിരുന്നു. ഡിഗ്രിക്ക് ആകുമ്പോൾ കുറച്ചുകൂടി സിനിമ കാഴ്ച ഭയങ്കര കൂടി. പിന്നെ ഞാൻ ഡിപ്ലോമ ഒക്കെ പഠിക്കാം. അപ്പോൾ അവിടെയൊക്കെ കൂടുതലും പിള്ളേർ ഇങ്ങനെ ചങ്ങനാശ്ശേരിയിലായിരുന്നത്. അപ്പോൾ അവിടെ കൂടുതൽ സിനിമ കാണുന്നതിനെ പറ്റിയൊക്കെ സംസാരങ്ങളൊക്കെ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ചെറുപ്പം മുതലേ സിനിമ ഭയങ്കര ഇപ്പം ഇപ്പം എൻ്റെ കുഞ്ഞിലേക്കാണെങ്കിലും എൻ്റെ മാമൻ്റെ മോനുണ്ട് രാജേഷ് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇങ്ങനെ അവർക്ക് ഞാൻ ആദ്യമായിട്ട് തിയേറ്ററിലൊക്കെ പോയ അങ്ങനെയാണ്. വീട്ടിലൊക്കെ പറയാതെ പോയി വലിയ ഭൂകമ്പമൊക്കെ ഉണ്ടായി. അപ്പോൾ അതപ്പോൾ ഒരു ഇതായിട്ട് മൈൻഡിലുണ്ടായിരുന്നു ഇങ്ങനെ. അങ്ങനെ പിന്നെ ഇതുപോലെ എൻ്റെ വീടിനടുത്താണ് സാമെന്ന് പറഞ്ഞ ചേർന്നുണ്ടായിരുന്നു. പുള്ളി ബ്ലസ് ആൻഡ് അസോസിയേറ്റ് ആയിരുന്നു. അപ്പോൾ പുള്ളി ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു പടം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആളുടെ കൂടെ ആയിരുന്നു. അപ്പോൾ ആളായിരുന്നു നമ്മുടെ നാട്ടിലെയൊക്കെ സിനിമ. അപ്പം എൻ്റെ വീടിന് തൊട്ടടുത്തുള്ള, അപ്പം ഞാനും ആളും കൂടെ ഒക്കെയാണ് സിനിമ കാണാൻ പോകുന്നത്. പിന്നെ ഇങ്ങനെ പുസ്തകങ്ങളൊക്കെ ലൈബ്രറിയിൽ നിന്നുള്ള പുസ്തകങ്ങളും അതൊക്കെ ഇങ്ങനെ എന്നെ ഇങ്ങനെ പുസ്തകങ്ങളൊക്കെ വായിക്കണം എന്നൊക്കെ പറഞ്ഞ് ആദ്യമായിട്ടൊന്ന് ടീച്ച് ചെയ്ത ആൾ പുള്ളിയാണ്. അപ്പോൾ ഇങ്ങനെ സിനിമ പിന്നെ എന്നെ ഫിലിം ഫെസ്റ്റിവലിന് ആദ്യമായിട്ട് കൊണ്ടുപോയ ആൾ പുള്ളിയാണ്. അപ്പോൾ അങ്ങനെ എനിക്കൊരു നല്ലൊരു ട്രാക്കിലേക്ക് എന്നെ കൊണ്ടുപോകാൻ ഒരു വഴി കാട്ടിയ ഒരാൾ. അതെ ആളാണ്. അപ്പം പിന്നെ അങ്ങനെ ആള് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പടങ്ങളായിട്ട് പോയി. ഞാനും പിന്നെ വേറെ വഴി കൂടെ ഒക്കെ പോയി. ഞാൻ ഇതുപോലെ ഷോർട്ട് ഫിലിം, ആൽബം
ഡോക്യുമെൻ്ററി എന്നാണ്ട എന്ത് പരിപാടിക്കും ഞാനും ഇങ്ങനെ വിളിക്കുന്നത്, നമ്മളായിട്ട് കണക്റ്റ് ആകുന്ന അല്ലെ കോൺടാക്റ്റിൽ എത്തുന്ന ആൾക്കാരുടെ എന്നെ കോൺടാക്റ്റ് ആകുമ്പോൾ ഞാൻ എല്ലാ പരിപാടിക്കും അങ്ങനെ കുറേ അധികം ആൾക്കാരെ കണക്ഷൻ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു വഴിയൊക്കെ ഇങ്ങനെ കയറി മീൻസ് അങ്ങനെ കയറി പോയതല്ല, അങ്ങനെ ആണ് ഇതിലേക്കൊക്കെ എത്തിപ്പെടാനുള്ളൊരു കാരണം ഉണ്ടായത്. മറ്റുള്ളവരുടെ ക്രിയേറ്റീവ്സിന് വേണ്ടിയിട്ട് കുറെ ഓടി നടന്നിട്ടുണ്ടാവും ആസ് എൻ അസിസ്റ്റന്റ് ഡയറക്ടർ. അപ്പം അതിനുശേഷം എപ്പോഴാണ് സ്വന്തം ഒരു സിനിമ വേണം എന്ന് തോന്നിയ ഒരു നിമിഷം? അല്ല, അത് എനിക്ക് തോന്നി നമ്മൾ ഈ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിലായിരിക്കാം നമ്മൾ എന്തായാലും അത് വർക്ക് ചെയ്യത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് സിനിമ ചെയ്യണം അങ്ങനത്തെ ആഗ്രഹം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അതിന് മുമ്പേ നമ്മളത് അതിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നതിന് മുമ്പേ നമ്മുടെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പം അതിനുവേണ്ടിയായിരിക്കും അത് പഠിക്കാനും ചിലപ്പോൾ എങ്ങനെയാണ് ഇപ്പം എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്കൊന്നും അറിയില്ലായിരുന്നു. സാധാരണ ആൾക്കാർക്കൊക്കെ എന്തെങ്കിലും കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടായിരിക്കും സിനിമയിൽ എത്തുന്നതെന്ന് തോന്നുന്നു. എനിക്കാണെങ്കിൽ ഇതുപോലെ സാവെന്ന് പറഞ്ഞ ആ ചേട്ടൻ പറയുന്നാലും എനിക്ക് വേറെ ഒരു കാര്യം അറിയില്ല. സിനിമ ഷൂട്ടിങ് എന്താണ്, അല്ല എങ്ങനെയാണ് ഇവിടുത്തെ പരിപാടികളെ പറ്റിയൊന്നും യാതൊരു ധാരണയില്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ലൊക്കേഷൻ കണ്ടപ്പോഴേ ഞാൻ ഞെട്ടി. ഞാൻ ഇങ്ങനെ എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെയാണ് സിനിമ ഷൂട്ട് ചെയ്യുന്നതെന്നൊന്നും അത്ര പോലും ധാരണയില്ലാത്ത ഒരാളായിരുന്നു. അപ്പൊ ഇപ്പം വരുന്ന പിള്ളേരൊക്കെ അത്യാവശ്യം നല്ല ധാരണയുണ്ട്. ഞാൻ അന്ന് അവർ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഞാൻ ഒന്നുമേ അല്ലാന്ന് എനിക്ക് തോന്നി പോകാറുണ്ട്. കാരണം ഇപ്പം വരുന്ന ആൾക്കാർ ഓൾറെഡി 2-3 സ്ക്രിപ്റ്റൊക്കെ അവരുടെ ഉള്ളിൽ ഉണ്ടാവും. പിന്നെ അവർക്ക് സിനിമയെ പറ്റി ഭയങ്കര ധാരണകളുണ്ട്. ഇങ്ങനെയായിരിക്കാം ഷോട്ട് പരിപാടി. അന്നൊന്നും ഞാൻ ആദ്യമായിട്ട് എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയേയില്ലായിരുന്നു. ഞാൻ ആദ്യം ഭയങ്കരമായിട്ട് പേടിച്ചു. ഞാൻ ഇതുപോലെ ഒരു ദിവസം ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഈ സാമെന്ന് പറഞ്ഞ ചേട്ടൻ എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞു, ചേട്ടാ എന്നെക്കൊണ്ട് ഈ പരിപാടി പറ്റുന്നില്ല, നിങ്ങൾക്ക് സീനാകുന്ന കേസായിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ അല്ല ആള് തന്നെ എൻ്റെ പറഞ്ഞില്ല, ഇത് ഒരു കുഴപ്പമില്ല, നീ ധൈര്യമായിട്ട് എനിക്ക് ആളുടെ ഒരു ഫ്രണ്ടിനെ മെജോ എന്ന് പറഞ്ഞൊരു കൂട്ടുകാരനുണ്ടായിരുന്നു. ഇപ്പോഴും ഞങ്ങൾ നല്ല ക്ലോസ് ആണ്. അന്ന് പരിചയപ്പെടുത്തിയിരുന്നു. അപ്പോൾ അവൻ ആ പടത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ സീനിയറായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ ആളുടെ ഒപ്പം ഞാൻ ഇതുപോലെ ആദ്യമായിട്ട് അപ്പോൾ ഞാൻ 2-3 പടം വർക്ക് ചെയ്യുമെന്നും പറഞ്ഞാണ് പുള്ളി എന്നെ കൊണ്ടുപോയേക്കുന്നത്. അപ്പോൾ എനിക്കതൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇങ്ങനെയാണ് ഇങ്ങനെ പോലെ നിൽക്കണം, ഇന്നതാണ് പരിപാടി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അതെ അതാണ്. അല്ലാതെ ചിലപ്പോൾ ഞാൻ ആ 2ാമത്തെ ദിവസം തന്നെ വീട്ടിൽ പോകേണ്ടി വന്നു. അതെ. ഇപ്പം താങ്കൾ സാമിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പം അതേപോലെ സിനിമ ഇൻഡസ്ട്രിയിൽ ഏത് ഡയറക്ടറാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത്? വിപിൻ ദാസ് എന്ന് പറഞ്ഞ ഡയറക്ടർ തന്നെയാണ്. കാരണം ഞാൻ ഇപ്പം അയാളുടെ കൂടെ ഞാൻ ജയ ഹേ, ഗുരുവായൂർ അമ്പലനട, വാഴമൺ ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിപ്പം എനിക്ക് വേണ്ടതോ അല്ല ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ച പരിപാടികളൊക്കെ അങ്ങനെ വലിയ കൊമേഴ്ഷ്യൽ പരിപാടികളായിട്ടുള്ള ഇതൊന്നും ഇല്ലായിരുന്നു. എനിക്ക് ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് എത്തിയതും അല്ല ഇങ്ങനത്തെ ഒരു മീറ്റർ പരിപാടിയൊക്കെ പുള്ളിയോട് എന്നതിൻ്റെതായ കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. വിപിൻ ദാസ് സാറിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പം അവരുടെ ഒരു വിഷൻ സ്ക്രീനിലേക്ക് കൊണ്ടുവന്നപ്പോൾ താങ്കളുടെയും വിപിൻ ദാസ് സാറിന്റെയും ഒരു പേഴ്സണൽ സിങ്ക് എങ്ങനെയായിരുന്നു? ഞാൻ ആളുടെ അസിസ്റ്റൻ്റായിട്ട് അസോസിയേറ്റഡ് ഒക്കെ വർക്ക് ചെയ്തതാണ്. അപ്പം എനിക്ക് ആളുടെ ഒരു കുറച്ച് പരിപാടികളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം എല്ലാ ആളുടെ വിഷൻ എനിക്ക് അതേപോലെ അത് എനിക്കറിയില്ല. എന്നാലും എനിക്കൊരു ബാക്കിയുള്ളവരിൽ നിന്ന് എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ആൾ പറയുന്ന കാര്യങ്ങൾ കിട്ടുമായിരുന്നു. അപ്പോൾ അതൊരു ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെയും ടെൻഷൻ ഇതായിരുന്നു, ഇപ്പോൾ ഇതേപോലെ ഒരാളുടെ ഒരു സ്ക്രിപ്റ്റ് വരുമ്പോൾ അത് എങ്ങനെ പിന്നെ അത് നാളെ ആളുടെ മുമ്പിൽ പോയി എനിക്ക് തലകുനിച്ച് നിൽക്കാൻ പറ്റരുതെന്നൊക്കെയുള്ളൊരു ചിന്ത ഉള്ളിലുണ്ടായിരുന്നതല്ല. അതൊക്കെയുള്ള എൻ്റെ പ്രഷറുകൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഞാൻ അതിനെ തരണം ചെയ്യാന്നൊക്കെ ഞാൻ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പൊക്കെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, പുറത്ത് കാണിച്ചില്ലെങ്കിൽ പോലും. അപ്പം ഞാനപ്പോൾ അതിനുവേണ്ടി മാക്സിമം എന്താ ഒരു പ്രശ്നം അങ്ങനെ ഉണ്ടാകരുത്, അല്ലെ മീൻസ് അങ്ങനെ പ്രശ്നം ഉണ്ടാകുന്നതിൻ്റെ അല്ല, എനിക്ക് കംഫർട്ടായിട്ട് പരിപാടി ചെയ്യുക. അതിൽ ഒറ്റ പക്ഷേ പുള്ളിക്ക് ഈ പറയുന്ന ആൾക്കും അത് തന്നെ ഒരു തോന്നലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ വാഴാച്ചൂലിപ്പം താങ്കൾ വർക്ക് ചെയ്തത് യങ്സ്റ്റേഴ്സിന്റെ കൂടെയാണ്, ഹാഷിറും ടീംസും അതേപോലെ അലമീനും ടീംസും. അപ്പം അവരുടെ സെറ്റിൽ ഒരു എനർജി എങ്ങനെയായിരുന്നു? അത് ടാക്കിൾ ചെയ്യാന് ഫണ്ണായിരുന്നോ അതോ കുറച്ച് ടഫ് ആയിരുന്നു? ഇല്ല, നമുക്ക് ഇതിപ്പോ അവരെ എനർജി എന്തായാലും എനിക്കറിയില്ല അതിനെപ്പറ്റി അങ്ങനെയൊക്കെ സംസാരിക്കാനേ. മീൻസ് ഇപ്പം നമുക്ക് ആ സീനാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ആരും വന്നാലും ഇപ്പം അതിലേക്ക് എത്തിക്കാന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അവരെല്ലാവരും ഭയങ്കര നന്നായിട്ട് തന്നെ കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വലിയ ഫണ്ണൊന്നും പിടിച്ച് നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഭയങ്കര ഓളമായിരുന്നു. സെറ്റൊക്കെ ആണെങ്കിലും ഇപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് അല്ല അസോസിയേറ്റ് എല്ലാവരും ഒരു വീട്ടിലെ ഒരു ആൾക്കാരെ പോലെയായിരുന്നു നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അതിൻ്റെതായ ഗുണങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പം അവർക്കപ്പുറത്തേക്ക് ഞാൻ വേറെ ആരെയും അങ്ങനെ കാര്യമായിട്ട് ഇനിയിപ്പോൾ ഈ പറയുന്ന അവരുടെ ആഷിർ, അജിൻ, അലൻ, വിനായകനും എല്ലാവരും ആണെങ്കിലും
അവരവരുടേതായ പരിപാടികൾ ചെയ്യാൻ വേണ്ടി വരുന്നു, ഞാനും അത് തന്നെ ചെയ്യാൻ വേണ്ടി വരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ബോധത്തിലാണ് ഈ പരിപാടികളൊക്കെ മുന്നോട്ട് പോയത്. ഓക്കെ. വാഴ 2 ഒരു പേഴ്സണൽ ഫേവറേറ്റ് സീൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതായിരിക്കും? അങ്ങനെ എല്ലാ സീനും എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ട് തന്നെ ഷൂട്ട് എന്നാലും ചെയ്തതാണ്. ഒരു പേഴ്സണലി ഹാർട്ട് ടച്ച് ചെയ്ത ഒരു സീൻ ഉണ്ടാവില്ലേ, അത് സെവൻ സാറിന്റെ ഏതാണ്? അയ്യോ, അങ്ങനെ പെട്ടെന്ന് ചോദിച്ചാൽ എനിക്ക് ആ തിയേറ്റർ സീനായിരുന്നു ഏറ്റവും അങ്ങനെ ഹാർട്ട് ടച്ചിങ് പരിപാടിയായിരുന്നു. പക്ഷെ ആ സീൻ വർക്കായെങ്കിൽ മാത്രമേ സിനിമ കുറച്ചുകൂടെ കറക്റ്റ് ട്രാക്കിലാകത്തുള്ളൂ. അപ്പോൾ അത് ഷൂട്ട് ചെയ്യാൻ തന്നെയാണ് ഏറ്റവും ടെൻഷൻ ഉണ്ടായിരുന്നതും. അതിൻ്റെ ഒരു മൊത്തം പരിപാടി എങ്ങനെയാവുന്നുള്ള കാര്യത്തിൽ ഒരു നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അതെ. ഫേവറേറ്റ് സീൻ ഏതായിരിക്കും? ഫേവറേറ്റ് സീൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ലാസ്റ്റിൽ ആ മീൻ ഇങ്ങനെയല്ല, എല്ലാ സീനും എനിക്ക് അങ്ങനെ ഇങ്ങനെയെന്നൊന്നുമില്ല. പക്ഷെ എന്നാൽ പോലും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അങ്ങനെ ഒരു ഷോട്ടിലേക്ക് അത് ഇപ്പൊ ആ സിനിമയുടെ എൻ്റെ ഒരു ഷോട്ട് കാണിക്കുന്നുണ്ട് ഇങ്ങനെ മീനുകളിലേക്ക് ചാർജ് ചെയ്തു പോകുന്നത്. അപ്പൊ അത് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴാണേലും ഒരു 10-12 ടേക്ക് പോയപ്പോഴത്തേക്കും ഇപ്പം നമുക്ക് വേറെ ഷൂട്ട് ചെയ്യാനുണ്ട് കുറെ, അല്ല അങ്ങനെ കുറെ പരിപാടികൾ ഉണ്ടാവുമല്ലോ. എന്തായാലും നമ്മൾ ഇതിൽ ഒരു ദിവസം ഇത്ര സീനുകളാണ് ഷൂട്ട് ചെയ്യേണ്ടതെന്നുള്ള മൂഡിലായിരിക്കും. ഇപ്പം കുറേ ഒരു 10-12-14 ടേക്കൊക്കെ എത്തിയിട്ടും ആ മീനൊന്നും കറക്റ്റായിട്ട് നിൽക്കുന്നില്ല. അപ്പം സി ജി ചെയ്യാൻ എല്ലാവരും പറയുകയും ചെയ്തായിരുന്നു. അപ്പം എനിക്കറിയില്ല എങ്ങനെയാണ് എൻ്റെ മൈൻഡിൽ അങ്ങനെ അത് എല്ലാം നമുക്ക് ഒരു തവണ കൂടെ നോക്കാമെന്ന് പറഞ്ഞ് ഒരു 6-7 ഷോട്ടൊക്കെ ആകുമ്പോൾ പോലെ അവർ പറയുന്നുണ്ട് നമുക്കിത് സി ജി ചെയ്യാം, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കത് അങ്ങനെ ഒരുപോലെ വരുമെന്നോ അങ്ങനെ എപ്പോഴോ മൈൻഡിൽ തോന്നി. പക്ഷെ അത് ഒരു ഷോട്ടിലത് ലാസ്റ്റ് എടുത്ത ഷോട്ടിലത് കറക്റ്റായി വന്നപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെയൊക്കെ ആയിരുന്നില്ല. ആസ് എ ഡയറക്ടർ ഇപ്പൊ സെറ്റിൽ സ്ക്രിപ്റ്റ് കൃത്യമായി പഠിച്ചിട്ട് വരണം എന്നാണോ ആഗ്രഹം, അതോ യങ്സ്റ്റേഴ്സും ഇപ്പം ആക്ടേഴ്സും ഒക്കെ വരുന്നവർക്ക് സ്വന്തം ഒരു ഇംപ്രൊവൈസ് ചെയ്യാനുള്ള ഒരു സ്പേസ് കൊടുക്കുന്നുണ്ടോ? അല്ല, രണ്ടിനും സാധ്യതയുണ്ട് എപ്പോഴും. നമുക്ക് അങ്ങോട്ടും അറിയാം ഇങ്ങോട്ടും അറിയാം. ഏതാണോ നമുക്ക് ബെറ്റർ ആയിട്ട് കിട്ടുന്നത് അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെതായ രീതിയിൽ അത് ഫോളോ അപ്പ് ചെയ്ത്, അല്ല എനിക്കങ്ങനെ ഡൗട്ട് എന്തെങ്കിലും വന്നാൽ ഞാൻ വിമിഞ്ചറിനൊക്കെ വിളിച്ച് ചോദിച്ച് അല്ല അങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. ഞാൻ അതിനു വേണ്ടി നന്നായിട്ട് ഹോംവർക്ക് ചെയ്യായിരുന്നു. പിന്നെ അല്ല അത് തന്നെ അങ്ങനെ വന്ന് ഷൂട്ട് ചെയ്യണമെന്നോ അങ്ങനത്തെ നിർബന്ധങ്ങളൊന്നും ഇല്ല. ചിലപ്പോൾ അവിടെ വരുമ്പോൾ നമ്മുടെ മൂഡൊക്കെ മാറും, അല്ല ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന കുറച്ചുകൂടെ മാറും. അപ്പം വരുന്ന ആർട്ടിസ്റ്റുകൾ ചിലപ്പോൾ സംസാരിക്കും, അവർക്ക് അവരുടേതായ ഐഡിയാസ് പറയും. അപ്പോൾ നമ്മളതിനെ ഒരു കൊളാബ് ചെയ്ത് ഒരു പരിപാടിയിലേക്ക് എത്തിക്കാന്ന് മാത്രം ശ്രമിക്കാറുള്ളൂ. അപ്പോൾ വാഴ 2 കൂടുതലും സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഡയലോഗ്സും സ്ക്രിപ്റ്റ്സ് ഒക്കെ ആയിരുന്നു അതോ? ഇല്ല, ഞാൻ പറയാം രണ്ടിനും രണ്ടിൻ്റെതായ സാധ്യതകൾ എപ്പോഴും ഉണ്ടായിരുന്നു. കയ്യിൽ നിന്ന് പറയുന്ന പരിപാടികളും ഉണ്ടാവും, അല്ലാതെ സ്ക്രിപ്റ്റ് മാത്രമായിട്ട് ഫോളോ ചെയ്യുന്ന സീനുകളും ഉണ്ടാവും. എല്ലാം കൂടെ ഉള്ളൊരു ഈ ഫിലിമിന്റെ സക്സസിന് ശേഷം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് BGM. ഈ BGM ഏറ്റവും കൂടുതൽ എനർജി ഫോക്കസ് ചെയ്ത യൂത്തിൻ്റെയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പുതിയതായിട്ട് എലിമെന്റ്സ് ട്രൈ ചെയ്തിട്ടുണ്ടോ? ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ അങ്കിത് മേനോൻ എന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ ആളാണ് ഈ പരിപാടികളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത്. ഒരു ഇന്ന സമയത്ത് ഒരു ഹൈ ഉണ്ടാവണം, ഇറക്കം ഉണ്ടാവണം എന്നൊക്കെയുള്ള പരിപാടിയെ പറ്റി പുള്ളിക്ക് നല്ല ധാരണയുണ്ട്. പിന്നെ പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആയിട്ടുള്ള ആൾക്കാരാണ് ഇതിൻ്റെ അകത്ത് എല്ലാം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പാട്ടുകൾ ചെയ്തേക്കുന്നത്. അപ്പം അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള BGMകളാണ് കൂടുതലായിട്ട് വന്നേക്കുന്നത്. അപ്പോൾ എന്താണോ മ്യൂസിക് അല്ലെ ആ ഒരു സിറ്റുവേഷൻ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള പരിപാടി അവർ സെറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്കിപ്പം ഇത്രയും കോമൺ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിന് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാമിലീൻ്റെ അടുത്തുനിന്ന് എത്ര വാല്യൂസ് കിട്ടിയിട്ടുണ്ട്? അങ്ങനെ പ്രത്യേകിച്ച് വലിയ ഇതൊന്നും ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ല, എൻ്റെ വീട്ടിൽ അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. ഞാൻ സിനിമ പോകുന്നതിനെ പറ്റി അത്ര വലിയ താല്പര്യം ആർക്കും ഇല്ലായിരുന്നു. അപ്പം പിന്നെ അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനിങ്ങനെ ഒരു 3-4-5 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് എൻ്റെ കൂടെയുള്ള പഠിച്ച എല്ലാ ആൾക്കാർക്കും ജോലിയായി, കല്യാണമൊക്കെ ആയി, എല്ലാവരും പല വഴിക്കൊക്കെ പോയപ്പോൾ ആർക്കും ഉണ്ടാകുന്ന പോലെ തന്നെ അവരും ചിന്തിച്ചുള്ളൂ, ഇവൻ അങ്ങോട്ടായി പോണേ, ഇവന് സിനിമ എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്, ചില 2-3 മാസം കഴിയുമ്പോൾ വരുന്നുണ്ട്, സാമ്പത്തികം ഇല്ല, പോകുന്നേരം വണ്ടിക്കൂലി വീട്ടിൽ നിന്ന് അമ്മച്ചീനെ നിന്നായിരിക്കും വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇത് എങ്ങോട്ടാണ് ഇപ്പോൾ അത് 5 വർഷത്തിൽ നിന്ന് 10 വർഷത്തിലേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടി ഭീകരമാകുമല്ലോ. പിന്നെ ചുറ്റുമുള്ള ആൾക്കാരെല്ലാം മാറി ഒരു മാറ്റമില്ല, നമ്മൾ മാത്രമായിരിക്കും എപ്പോഴും നിൽക്കുന്നത്. അങ്ങനെ ഒരു സപ്പോർട്ട് നമുക്ക് ഇത് നിർത്തിപ്പോണെങ്കിൽ ഇറങ്ങി വരാം, നമുക്കിഷ്ടമുണ്ട്, എന്ത് വന്നാലും നിൽക്കുമെന്നുള്ള തോന്നലേക്ക് നിന്നതാണ്. ഫാമിലി മെമ്പേഴ്സ്, അമ്മ, അവരൊക്കെ ഈ വാഴ 2 ഫിലിം കണ്ടപ്പം ഫസ്റ്റ് കിട്ടിയ ഒരു റിയൽ ഫീഡ്ബാക്ക് ഫാമിലിയുടെ അടുത്ത് എന്തായിരുന്നു? സന്തോഷം എല്ലാവർക്കും ഉണ്ടായിരുന്നു ഒരുപാട്. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ തിയേറ്ററിലെ മൊത്തം എല്ലാ ഷോയും കഴിഞ്ഞതിന് ശേഷമാണ്, തിയേറ്ററിൽ നിന്ന് പടം പോയതിന് ശേഷമാണ് വീട്ടിലെത്തിയത്. എനിക്ക് ഒത്തിരി സന്തോഷം, കാരണം അവർ നമ്മൾക്ക് പെരുമാറുമ്പോൾ
അവർക്ക് പറയാനും അതിനൊരു ബുദ്ധിമുട്ട്, ആ ഒരു സന്തോഷം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. അതൊരു നല്ല മൊമെന്റ് ആയിരുന്നു. നമ്മളുടെ ഒരു സക്സസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പലവരും കൺഗ്രാറ്റുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രതീക്ഷിക്കാത്ത ആൾക്കാർ വരെ ഞങ്ങളെ കോൾ ചെയ്യും. അപ്പം അങ്ങനത്തെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരാളുടെ കോള് അതാരായിരിക്കും? അല്ല, കുറേ അങ്ങനെ ഇൻഡസ്ട്രിന്നോ അങ്ങനെയൊന്നും അല്ല, അത് കുറച്ച് ആൾക്കാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ സുഹൃത്തുക്കളുടെ ആൾക്കാരൊക്കെ വിളിച്ചപ്പോഴൊക്കെ ഞാൻ വിചാരിക്കാത്ത ആൾക്കാരൊക്കെ എന്നെ വിളിച്ചായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ കേട്ടപ്പോൾ സന്തോഷം തോന്നിയെന്നേ ഉള്ളൂ. സന്തോഷമായിരുന്നു. മീൻസ് പടം എല്ലാവരും കാണുന്നുണ്ടെന്നൊക്കെ മനസ്സിലായി. അതെ. എനിക്ക് പിന്നെ ഇതുപോലെ ഇൻസ്റ്റയിലൊക്കെ എല്ലാവരും മെസ്സേജൊക്കെ അയക്കാറുണ്ട്. ഞാൻ ചിലപ്പോൾ എനിക്ക് അന്ന് അറിയില്ലായിരുന്നു ഇതിങ്ങനെ കുറേ മെസ്സേജൊക്കെ വന്നപ്പോൾ എനിക്ക് റിപ്ലൈ, ഞാൻ കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇത് കാണുന്നതൊക്കെ തന്നെ. ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവ് ആണോ? അങ്ങനെ എൻ്റെതായ സ്വകാര്യ ലോകമായിരുന്നു. ഇടയ്ക്ക് സ്റ്റോറിയൊക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ പോകുന്ന ലൈഫായിരുന്നു. ഇപ്പം ഡയറക്ടർ ആയതിനു ശേഷം ഇല്ലില്ല, മാറ്റമൊന്നുമില്ല. എന്നാലും പണ്ടത്തെ കൊല്ലം അങ്ങനെ സ്റ്റോറിയൊക്കെ ഇടുമ്പോൾ ആൾക്കാർ ഇങ്ങനെ പറയും, അതാ ഇങ്ങനെ നീ ചതവറ സ്റ്റോറിയൊന്നും ഇടല്ലേ, നീ ഇച്ചിരി കൂടെ നിലവാരമുള്ളതൊക്കെ ഇടണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഞാനത് ഇപ്പം ഞാൻ ഇൻസ്റ്റയിൽ ഇങ്ങനെ വീഡിയോ ഒക്കെ ഇടുമായിരുന്നു. വീഡിയോ എന്ന് പറഞ്ഞാൽ ചുമ്മാ ഫോണിലൊക്കെ എഡിറ്റ് ചെയ്തിട്ട് ചുമ്മാ ഓരോ വീഡിയോസൊക്കെ എവിടെയെങ്കിലും ട്രിപ്പ് പോയതോ അങ്ങനെയൊക്കെ പോകുന്നൊക്കെ വീഡിയോ, അപ്പോൾ ഒരു അങ്ങനെ സ്കില്ലൊക്കെ അതിൻ്റെ അകത്ത് ഇട്ടാണ് എനിക്കൊരു കുറച്ചൊരു ഇങ്ങനെ ഒരു എഡിറ്റ് ചെയ്യുക, അങ്ങനെ അതിനെപ്പറ്റി ഒരു കുറച്ചായിട്ട് ചെറുതായിട്ടൊക്കെ ധാരണയായി തുടങ്ങിയത്. അതെന്നെ ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ സ്പേസ് ആണത്. ഞാനതിനെ അങ്ങനെ കണ്ടിട്ടുള്ളൂ. ആൾക്കാർ വരുന്നു ഒക്കെയുള്ള കാര്യം. ഈ ഒരു ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് കുറേ യൂത്ത്സ് ഒരു ഡയറക്ടറിന്റെ ഒരു പാഷനായിട്ട് വരുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു ആൾക്കാർക്ക് അല്ലെ അങ്ങനത്തെ ഒരു യൂത്ത്സിന് ഒരു റിയൽ സജഷൻ അല്ലെ റിയൽ അഡ്വൈസ് എന്തായിരിക്കും സെവൻസയുടെ ഭാഗം? ഞാൻ അങ്ങനെ അഡ്വൈസ് കൊടുക്കാൻ പറ്റിയ ഒരാളൊന്നുമല്ല. ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. ഇപ്പം നമ്മൾ എനിക്കറിയില്ല അത് എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കേണ്ടതെന്നൊന്നും. നമ്മൾ ട്രൈ ചെയ്യുക, നമുക്ക് അതിന് വേണ്ടി കാത്തിരിക്കുക. നിങ്ങൾ എന്തിനാണോ വന്ന് നിങ്ങളെ തേടി എത്തുമെന്നൊരു വിശ്വാസത്തിൽ പോകാന്നേ ഉള്ളൂ. എൻ്റേതായ രീതിയിൽ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല കേട്ടോ. അപ്പോൾ ചില ആൾക്കാരൊക്കെ ഭയങ്കര പഠിച്ച് അങ്ങനെയൊക്കെ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും. ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലായിരിക്കും. എന്നാൽ അവർ ശ്രദ്ധിക്കേണ്ട ഭാഗം ഏതായിരിക്കും ഏറ്റവും കൂടുതൽ? സിനിമ മാക്സിമം കാണുക എന്നേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും പറയാനില്ല. അതിൻ്റെ കൂടെ തന്നെ ട്രാവൽ ചെയ്യുക. താങ്കളുടെ ഫാമിലിനെ കുറിച്ച് ഒന്ന് ബ്രീഫായിട്ട് പറയാം. എൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ ഒരു 6-8 വർഷമായി. പിന്നെ അച്ഛൻ്റെ അനിയൻ, ഞങ്ങളെല്ലാം അടുത്തടുത്താണ് എല്ലാവരും താമസിക്കുന്നത്. അച്ഛൻ്റെ അനിയനും അനിയന്മാരും ഒക്കെ എൻ്റെ വീടിൻ്റെ അപ്പുറത്തൊക്കെയാണ്. അപ്പം അവരുടെ മക്കളൊക്കെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് ചെറുപ്പം മുതലേ കൂട്ടുക. ഞങ്ങളൊരു 8 പേരുണ്ട്. അപ്പോൾ പിന്നെ എൻ്റെ വീട്ടിൽ അമ്മയുണ്ട്, അമ്മയുടെ അമ്മയുണ്ട്. അനിയൻ ഇവിടെ ഇല്ല, പുറത്താണ്. അങ്ങനെ ഒരു ചെറിയൊരു കുടുംബമാണ്. അതെ അതെ അതെ, അമ്മയായിട്ടാണ് കൂടുതൽ അറ്റാച്ച്ഡ്. അങ്ങനെ ആയിരിക്കും. കാരണം ഞാൻ പറഞ്ഞില്ല, നമുക്ക് എപ്പോഴും നല്ല സമയം മാത്രമായിരിക്കില്ല, ഇന്നും ഭയങ്കര മോശപ്പെട്ട സമയങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴാണേലും നമ്മളെ അത്രയും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരാൾ അമ്മയായിരുന്നു. പിന്നെ വേറെ ആർക്കും ഇല്ലാത്തൊരു ഇമോഷൻ ആയിരിക്കുമല്ലോ നമ്മളുണ്ടാകുക. അത് സക്സസ് വന്ന് അങ്ങനെ മാത്രം വരുന്ന നല്ലെന്ന് തോന്നി. ലൈഫിൽ ഇപ്പം ഫെയിൽ ആയപ്പോഴും അല്ലെങ്കിൽ ഒരു സക്സസ് ആയപ്പോഴും എപ്പോഴും കൊണ്ട് നടക്കുന്ന ഒരു ലൈഫ് മോട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇങ്ങനെ ചോദിച്ചാൽ നമുക്ക് തന്നെ നമ്മളെ പറ്റി ഒരു നല്ല അഭിപ്രായം ഉണ്ടാകുന്ന നല്ല എപ്പോഴും. നമ്മൾ ഇങ്ങനെ ഇല്ല എന്ന് പറഞ്ഞാലും ഉള്ളിൽ ഇതൊരു കില്ലാടിയാണെന്ന് പറയുക ഒക്കെ നമുക്ക് തോന്നാണല്ലോ. നമ്മളൊരിക്കലും തളർന്നു പോവല്ലെന്നൊക്കെയുള്ള ചിന്തയെന്ന് വരുന്നതാണ്. എന്ത് വന്നാലും നമ്മൾ ഇതിനെ തരണം ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു ദിവസം പോവും, അല്ല ഈ ഒരു സിറ്റുവേഷൻ മാറും. അപ്പം അതിന് മാറാൻ എന്താ ചെയ്യേണ്ടത്? അല്ലേ ഇത് മാറിയില്ലെങ്കിൽ നീ ഇങ്ങനെ ആയി പോവും. അപ്പം ഇത് മാറിയാൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവും. ഇങ്ങനെ വേണോ അങ്ങനെ വേണോന്ന് നീ തന്നെ ആലോചിച്ചോന്ന് നമ്മൾ തന്നെ മൈൻഡിൽ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ എന്തെങ്കിലും ഒരു പരിപാടിയിലേക്ക് പോവുക. വാഴ 2 ക്രൂവിനെ പറ്റി പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ എന്തായിരിക്കും പറയുന്നുണ്ടാവുക? കുറേ ആൾക്കാരുണ്ട് അതിൽ. എനിക്ക് എല്ലാവരെയും പറ്റിയും പറയാനുണ്ട്. അങ്ങനെയാണെങ്കിൽ എഡിറ്റർ ആണെങ്കിലും ക്യാമറാമാൻ അവരുടെ ടീമാണേലും എൻ്റെ ഡയറക്ഷൻ ടീമാണേലും പിന്നെ എല്ലാം മൊത്തം ക്രൂ, ലൈറ്റ് യൂണിറ്റിലെ ചേട്ടന്മാരാണേലും എനിക്ക് അതിലെല്ലാം നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഏറ്റവും ക്ലോസ് ആരുടെ കൂടെയായിരുന്നു ആ ഒരു ക്രൂവില്? ഡയറക്ഷൻ എൻ്റെ കൂടെയുള്ള ആൾക്കാരോട് തന്നെയായിരുന്നു ഞാൻ ഭയങ്കര ക്ലോസ് ആയി. മീൻസ് അങ്ങനെയൊന്നും ഇല്ല, എല്ലാവരോടും ക്ലോസ് ആയിരുന്നു. കൂടുതൽ ഇവരോട് ഞങ്ങൾ ഒരുമിച്ചാണ് എല്ലാവരും താമസിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് ഇപ്പം കുറച്ചുകൂടി അങ്ങനെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു എല്ലാവരും. അങ്ങനെ ഇപ്പം എന്തെങ്കിലും സജഷൻസ് പറയാനാണേലും ഒക്കെ നമുക്ക് ഡയറക്റ്റ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമായിരുന്നു. അല്ല നാളത്തെ സീനുകളെ പറ്റി ഇപ്പം എൻ്റെ ഡയറക്ഷൻ ടീമാണെങ്കിലും ഇപ്പം ഞങ്ങളൊരു 8 പേരുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാവരും ഭയങ്കര അടിപൊളിയായിട്ടുള്ള ആൾക്കാരാണ്. മീൻസ് ഇപ്പം നമ്മളാണല്ലോ ഒരു
ഞാനിപ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മളും കുറേ അധികം അസിസ്റ്റൻസിനെ കാണും, അസോസിയേറ്റിനെ കാണും, എല്ലാവരും കാണും. എല്ലാവരും എല്ലാവരുടെ ഉള്ളിലും ഭയങ്കരമായിട്ട് സിനിമ ഉണ്ടാവും, അല്ലെ അവർക്ക് എപ്പോഴേലും സിനിമ ചെയ്യണമെന്ന് ആഗ്രഹത്തിലായിരിക്കും എല്ലാവരും വരുന്നത്. അപ്പം പക്ഷേ നമ്മൾ ഈ സിനിമ ചെയ്യുമ്പോൾ അതിനെ എങ്ങനെ മനോഹരമാക്കാൻ പറ്റും, അല്ലെ അതിനെ എത്ര ബെറ്റർ ആക്കാൻ പറ്റുമെന്ന് എന്തൊക്കെ ഞാൻ ചെയ്യണം, അത് ഇപ്പോൾ ആരും അല്ലെ ഇങ്ങനൊരു നിയമമൊന്നുമില്ല, ഇന്നതേ നിങ്ങൾക്ക് ചെയ്യാവോ, അല്ലെ ഇന്നതേ നീ ചെയ്യത്തുള്ളൂ, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ചിലപ്പോൾ ഒരു പൂവെടുത്ത് അങ്ങോട്ട് വെക്കുന്നതായിരിക്കും, അല്ലെ എന്നുവെച്ചാൽ ആ സ്പോട്ടിൽ അല്ലെ ആ സീൻ എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ, ഇതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണിത്. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളവരാണേലും എല്ലാവരും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര അടിപൊളി ആൾക്കാരായിരുന്നു. അപ്പം അങ്ങനെ ഇപ്പം ഞങ്ങളെ ടീമിലെന്ന് പറഞ്ഞാൽ ഇപ്പം റെജി എന്ന് പറഞ്ഞ ആളായിരുന്നു ചീഫ്. അപ്പം പിന്നെ എന്താ വിശ്വൻ, സക്കീർ, ജുവല്, സുഗു, ഇവരൊക്കെയായിരുന്നു അസോസിയേറ്റ്സ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പം ഇതിൽ വിശ്വനാണ് വാഴ 3 ഡയറക്റ്റ് ചെയ്യുന്നത്. പിന്നെ മിഥുന്, നിതിന്, അഫ്സല്, അവരൊക്കെ എനിക്ക് അത്രയും വളരെ പ്രിയപ്പെട്ട ആൾക്കാരാണ്. നമ്മളെ കൂടെ ഞങ്ങൾ രാത്രിയിൽ ചില ദിവസങ്ങളിൽ രാത്രിയിൽ ഞങ്ങൾ ഭയങ്കര പാട്ടും ഡാൻസും ബഹളം ഒക്കെ ഉണ്ടാവും. സാധാരണ അല്ലെ ഒരു ലൊക്കേഷനിലുള്ള പോലെ ഒരു ട്രീറ്റ് ഒന്നും ആയിരുന്നില്ല. എല്ലാവരും എന്നൊക്കെ പറയും അങ്ങനെ ആകല്ല ഇങ്ങനെ ആകല്ല എന്നൊക്കെ പറയുമായിരുന്നു. അപ്പം അല്ലെ അങ്ങനെ അവരോട് അങ്ങനെ പോവല്ലേ ഇങ്ങനെ പോവല്ലേ ഇതൊന്നും ചെയ്യരുത്, അല്ലെ ഇങ്ങനെ എപ്പോഴും ഭയങ്കര ഓളമായിട്ട് ഇങ്ങനെ പോവല്ലേ, നിങ്ങൾക്ക് ഇപ്പം പ്രൊഡക്ഷനിൽ നിന്നൊക്കെ തന്നെ ഇങ്ങനെ പറയായിരുന്നു, നിങ്ങൾക്കൊരു സീരിയസ്നെസ് ഇല്ല, ഇന്ന് എപ്പോഴും ഇങ്ങനെ ചിരിക്കുക, എന്തിനാ ഇങ്ങനെ സന്തോഷിച്ച് നിൽക്കുന്നത്, എൻ്റെ മുഖത്തൊരു ടെൻഷൻ ഇല്ലാത്തൊക്കെ എന്താണ് ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പം എൻ്റെ ഒരു നേച്ചർ അങ്ങനെയാണ്, എനിക്ക് അങ്ങനെ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ ടെൻഷൻ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ മാക്സിമം എല്ലാം ഓണായിട്ട് പോകണമെന്ന് തന്നെ ആഗ്രഹിച്ച്, അപ്പം എൻ്റെ കൂടെ ഉള്ളവർ എന്നെ അത്രയും ഭയങ്കരമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, എന്നെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ ഒരു ഭയങ്കര മനസ്സിലുള്ള ഒരു ഭയങ്കര നന്മയുടെ ഒരു ബലമാണ് ഈ സിനിമ ഇങ്ങനെ ഒരു ഇത്രയും വലിയ വിജയത്തിലെത്തിയത്. അപ്പോൾ അവരൊക്കെയും നാളെ ഇതിലും പൊളി സിനിമകൾ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഭയങ്കരമായിട്ടൊരു ഇമോഷണൽ കണക്ഷൻ ഉള്ളതാണ് ഈ എല്ലാ ആൾക്കാരോടും. ഈ പടത്തിൽ വർക്ക് ചെയ്തുകൊണ്ട് ആകണമെന്നല്ല, ഇവിടെ ഒരു പേഴ്സണൽ ഉണ്ട്. ഇപ്പം നമുക്ക് കാര്യങ്ങളൊക്കെ അങ്ങനെ എനിക്ക് കുറേ അധികം ഇപ്പം ഞാൻ സിനിമയിൽ വർക്ക് ചെയ്യുക അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പടത്തിൽ നിന്ന് ഒരാളുമായിട്ട് അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടാവുമായിരുന്നു. അങ്ങനെ ഉള്ള എല്ലാ കണക്ഷനും ഞാൻ എൻ്റെ കൂടെ നിർത്താൻ മാക്സിമം ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോഴും എൻ്റെ കൂടെ കുറേ കാലങ്ങൾക്ക് മുമ്പ് വർക്ക് ചെയ്ത് ആ ടീമിലായാലും ഒരാളുമായിട്ട് ഞാൻ ഒരു കോണ്ടാക്ട് ഉണ്ടാവും. അങ്ങനെ ആണ് ഇങ്ങനെ ഇവിടം വരെ എത്തിയത്. അതൊരു ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഇതാണ്. പിന്നെ അതുപോലെ നല്ല ഇപ്പം ഈ പറഞ്ഞ കുറേ പരിപാടികൾ ഇവരുടെയൊക്കെ ടീമിൽ നിന്ന് ഇപ്പം നമുക്കൊരു കൂട്ടായ സംസാരത്തിൽ നിന്നാണ് പല പരിപാടികളും അതിനൊരു ഇത് ഇങ്ങനെ ആകാം എന്നൊക്കെ ചില കൺഫ്യൂഷൻ ഉണ്ടാകുന്ന സ്ഥലങ്ങൾ പോലും ഉണ്ടാവുമായിരുന്നു. ഞാനൊരു അത്ര ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളൊന്നും അല്ലായിരുന്നു. അപ്പോൾ ഞാനും അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ഓക്കെ ആണോ ഇല്ല എന്നൊക്കെ ഞാൻ ഒന്ന് ഓക്കെ ആണെന്നുണ്ടെങ്കിലും എന്തായാലും നമുക്ക് കിട്ടുന്നൊരു ഓപ്ഷനാണ്, അല്ലെങ്കിൽ ഞാനത് ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. എല്ലാവർക്കും എല്ലാവരുടേതായ ഒരു ഇപ്പം ഞാനും ഇതുപോലെ കുറേ പടത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ ഉള്ളതിൽ ഇല്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും എന്തെങ്കിലും ചെയ്യണമെന്ന് ഭയങ്കര അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ളൊരു നല്ലൊരു ടീമായിരുന്നു അത്. എനിക്കത് ഭയങ്കരമായിട്ട് ഗുണപ്പെട്ടിട്ടുണ്ട്. ഇപ്പം അതുപോലെ ക്യാമറമാൻ ആണെങ്കിലും ക്യാമറമാൻ്റെ കൂടെയുള്ളൊരു ടീം, അവർക്ക് ഒരു 3-4 പേര് അടങ്ങുന്ന ഒരു DOP ടീം തന്നെയുണ്ട്. അപ്പോൾ അതിൽ എല്ലാ ആൾക്കാരും കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളതാണ് നേരത്തെ. അപ്പം അവരുടെ ടീം ഭയങ്കര അടിപൊളിയായിരുന്നു. അവർ തരുന്ന സജഷൻസ് നല്ലതായിരുന്നു. ഞാനും ക്യാമറമാനും തമ്മിലാണ് എനിക്ക് അത്രയും ഭയങ്കര പേഴ്സണലി ഈ പറഞ്ഞ ഡയറക്ഷൻ ടീമിൽ എങ്ങനെയാണ് എനിക്കൊരു ഇമോഷൻ വർക്കാകുന്നത് അതേപോലെ തന്നെ ഒരു ഇമോഷൻ വർക്കാകുന്ന സ്ഥലമായിരുന്നു അത്. എഡിറ്ററിൻ്റെ ഇടയ്ക്ക് അപ്പം ഈ ക്യാമറ ചെയ്തേക്കുന്ന അഖിൽ ലൈലാസ് എന്ന് പറഞ്ഞ ആളാണ്. അപ്പം അവൻ ആണെങ്കിൽ ഇപ്പം നമ്മൾ സീൻ നമുക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മളിതുപോലെ വന്ന് ലൊക്കേഷനിലെത്തി, അല്ല നമുക്കിങ്ങനെ ഞാൻ എൻ്റെ ഐഡിയ ഇങ്ങനെ പറയും, ഏടാ ഇങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനത്തെ പോയപ്പോൾ ഓക്കെ ഏട്ടാന്ന് പറയും. ഇപ്പം ഇനി അവൻ അതിൻ്റെ അകത്തുനിന്നൊരു ഷോട്ട് എക്സ്ട്രാ അല്ലെ ഒരു സീനിൽ അവൻ എന്തായാലും ഒരു ഷോട്ട് നമുക്ക് വേണ്ടി പറയും, ചേട്ടാ നമുക്ക് ഈ ഷോട്ട് ഇങ്ങനെ എടുത്താൽ മതിയോ അല്ലെ ആ തുടക്കം ഇങ്ങനെ, അപ്പോൾ അത് വേണോ വേണ്ടോ നമ്മൾ തീരുമാനിക്കാന്നുള്ളേ ഉള്ളൂ. തീർച്ചയായും അപ്പോൾ അത് വേണോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്. അപ്പോഴാണേലും എന്നെ ഒരുപാട് ഞെട്ടിച്ച ഇപ്പം ഈ പറഞ്ഞ ഞാൻ പറഞ്ഞില്ല മറ്റേ മീനിൻ്റെ ഷോട്ടൊക്കെ എടുത്തത് അത്രയും മനോഹരമായി എടുക്കാൻ അല്ലെ അതിനൊരു മൂഡ് സെറ്റ് ചെയ്ത് അതിലേക്ക് എത്തിച്ചതിനൊക്കെ ഈ പറഞ്ഞ ക്യാമറമാൻ ആണെങ്കിലും ഒക്കെ എന്നെ ഹെൽപ്പാക്കിയിട്ടുണ്ട് ഭയങ്കരമായിട്ട്. അതുപോലെ ഞങ്ങൾ സംസാരിക്കുമായിരുന്നു, ഈ സീൻ ഇങ്ങനെ ആയിരിക്കും അല്ലെ ഈ സീൻ ഇങ്ങനത്തെ ഒരു പരിപാടിയാണെന്നുള്ള രീതിയിൽ ആദ്യം മുതൽ സംസാരിക്കുമ്പോൾ ലൊക്കേഷനിൽ എത്തുമ്പോഴും സംസാരിക്കുമായിരുന്നു. അതുപോലെ എഡിറ്റർ എന്താ കണ്ണൻ മോഹൻ എന്ന് പറഞ്ഞ ആളാണ്, ആൾ തന്നെയാണ് വാഴ 1 ചെയ്തത്. അപ്പം ആളാണേലും എന്നെ ഒരു നമ്മളൊരു കൂടെ പറഞ്ഞ ഒരാളെ പോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര എടുത്തിയാട്ടമൊക്കെ ഉള്ള ഒരാളാണ്. എന്തെങ്കിലും അപ്പം കഴിച്ച വെടിയൊക്കെ അങ്ങനത്തെ ഇതൊക്കെ ഒറ്റ മൈൻഡാ. അപ്പം അങ്ങനെയൊക്കെ പല സ്ഥലത്തും അല്ലെ ഇങ്ങനെയാണ് നീ നിൽക്കേണ്ടത്, അല്ലെ നിങ്ങളുടെ ഡയറക്ടറാണ് നീ ഇങ്ങനെയാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞ്
എന്നെ അങ്ങനെ എൻ്റെ കൂടെ അവർ ട്രാവൽ ചെയ്യുമായിരുന്നു. ഇപ്പോൾ എഡിറ്റർ ആണെങ്കിലും എന്നെ അത്രയും ഭയങ്കര പ്രൊട്ടക്റ്റ് ചെയ്തിട്ടാണ്. അപ്പം അവനതിൻ്റെ ആവശ്യമൊന്നുമില്ല. അല്ലേ നീ നിനക്കിഷ്ടമുള്ള എന്താണെന്ന് ചെയ്യുന്നതൊക്കെ പറഞ്ഞു. ഇപ്പം ഞാനും അവൻ തമ്മിൽ ഇപ്പോൾ എഡിറ്റ് നടക്കുന്ന ടൈമിൽ ചിലപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എനിക്കിപ്പോൾ നമ്മളെടുത്തൊരു കാര്യം വെക്കണമെന്നായിരിക്കും കൂടുതൽ ആഗ്രഹം. മീൻസ് അത് പോകുന്ന എനിക്കറിയാം, എന്നാൽ പോലും നമ്മൾ അതിന് വേണ്ടി സംസാരിക്കും. അപ്പം അത് വേണ്ട, അങ്ങനെയൊക്കെയുള്ള സംസാരങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ ഒരു ഫൈനൽ ഔട്ട് ബെറ്റർ ആക്കണമെന്ന് ഭയങ്കരമായിട്ട് അതിയായി ആഗ്രഹിച്ച് അതിനുവേണ്ടി ഭയങ്കരമായിട്ട് പരിശ്രമിച്ച ഒരാളാണ് കണ്ണൻ മോഹൻ എന്ന് പറഞ്ഞ എഡിറ്റർ. അപ്പോൾ അങ്ങനെ ആ ഒരാളുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത് തുടങ്ങിയ കാലത്ത് ഉള്ള കണക്ഷൻ ഇതൊക്കെ. ഞാൻ വേറെ ഒരു പടത്തിൽ ക്ലാപ്പ് ചെയ്യുമ്പോൾ കണ്ണനായിരുന്നു അതിൻ്റെ സ്പോട്ട് എഡിറ്റർ. അപ്പോൾ ഞാൻ ആ പടം കഴിയുമ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഇവനെ ഇനി ജീവിതത്തിൽ കാണരുതെന്ന് വിചാരിച്ചു. എന്നുള്ള അത്രയും ടോർച്ചറിങ് ആയിരുന്നു. ഇന്ന് വന്ന് അതേ ആൾ തന്നെ എൻ്റെ പടത്തിന് എഡിറ്ററായിട്ട് വന്ന് അല്ലെ അതിനിങ്ങനെ ഒരു പിന്നെയും ഇമ്പാക്റ്റ് ഉണ്ടാക്കി തരാൻ സാധിച്ചതിൽ എനിക്ക് വളരെ ഭയങ്കര എന്താ എനിക്ക് അറിയില്ല പറയണ്ടേ. ഇത്രയും വലിയൊരു ഹ്യൂജ് ഇമ്പാക്റ്റ് വരുത്തിയത് മെയിൻ ആയിട്ട് ആർട്ട്, അതേപോലെ തന്നെ നമ്മുടെ മ്യൂസിക് ടീം, പിന്നെ റൈറ്റേഴ്സ് ടീമാണ്. അപ്പം ആ ടീംസിനെ കുറിച്ച് എന്താണ് സെവൻസയുടെ ഒരു അഭിപ്രായം? എല്ലാവരും അവരുടേതായ അവരുടെ ബെസ്റ്റ് തരാനേ അവരെല്ലാം ശ്രമിച്ചിട്ടുള്ളൂ. അപ്പൊ അതിന്റെ റിസൾട്ട് ഇപ്പൊ ആർട്ടിലാണെങ്കിലും ബാബു എന്ന് പറഞ്ഞ ചേട്ടനാണ് ആർട്ട് ഡയറക്ടർ. ആള് ജയജയൊക്കെ ആർട്ട് ഡയറക്ടർ. ഞാൻ എനിക്ക് ആ ഒരു ടൈം മുതൽ എനിക്ക് അറിയാം ആളെ. അപ്പൊ ആളാണേലും ഇപ്പം ഭയങ്കര സിമ്പിൾ ആയിരിക്കുന്ന പരിപാടികളായിരിക്കും. ഇപ്പം നമ്മുടെ വീടുകളൊക്കെ നോക്കിയാൽ തന്നെ എല്ലാം ഭയങ്കര ഒന്ന് കയറി നിൽക്കുന്ന ഒന്നുമില്ല. ചിലത് അതേപോലെ പെയിന്റുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ അവർക്കൊരു കളർ പാറ്റേൺ വെച്ചിട്ടല്ല. ഇപ്പൊ സ്കൂളാണേലും എല്ലാം അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഫില്ല് ചെയ്യാനുള്ള എല്ലാ രീതിയിലും. പിന്നെ പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ജീവ, അനു, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാരുണ്ട്, സുഭാഷ് എന്നൊക്കെ പറഞ്ഞ ചേർന്നൊക്കെ ഉണ്ട്. അപ്പം എല്ലാവരുടേതായ രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും കൊണ്ട്. ഇപ്പം അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു ഈ ആഷിറിൻ്റെ ചെറുപ്പത്തിൽ ആഷിർ ഒരു കുപ്പിക്കകത്ത് വലിയൊരു മീനെ അപ്പോൾ ആ ഒരു കാര്യം കാരി എന്ന് പറഞ്ഞൊരു മീനാണ്. അതിപ്പം എനിക്ക് എപ്പോഴും തോന്നി ഇങ്ങനെ ഏതോ ഒരു ഡയലോഗിനകത്ത് ഇങ്ങനെ ഉണ്ടോ, നിന്നെ പോലെ പണ്ട് ഞാൻ ഇന്ന ചെറിയ മീനെയല്ല വളർത്തിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ആ ടൈമിൽ ഇവൻ ചെറുപ്പത്തിൽ ഒരു വലിയ മീൻ കൊടുക്കണമെന്ന് തോന്നി. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ ഇവൻ എന്ത് മീനെ വളർത്തുന്നതാണെന്ന് വിചാരിച്ചപ്പോൾ കാര്യമൊന്നും അങ്ങനെ ആൾക്കാർ അധികം വളർത്താറില്ല. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ കാരിയെ വളർത്തി കേട്ടോ. എങ്ങനെ അത് കിട്ടിയെന്നില്ലെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പം അങ്ങനെ ആ ടൈമിൽ ആ മീനെ നമുക്ക് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം പഴയ പോലെ കാരിയെ, അതും ചെറിയ കാരിക്കുഞ്ഞ്, വലിയ കാര്യമല്ല, ചെറുതാണ് വേണ്ടത്. അപ്പം അതിനെ കിട്ടാൻ വലിയ പാടാണ്. അപ്പം നമ്മൾ കുറേ ഈ ഫിഷറീസിലും എല്ലാം അന്വേഷിച്ചായിരുന്നു. ഒരു 10-12 ദിവസം എടുത്തതിന് ശേഷമാണ് ഇങ്ങനെ ആലപ്പുഴയിൽ നിന്ന് അവർ ആർട്ട് ടീം തന്നെ ആ പരിപാടി സെറ്റ് ചെയ്തുകൊണ്ട് വന്നത്. ഒരു 5-6 കാരിക്കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നത്. അത് കൊണ്ടുവന്ന് ഞാൻ ഓർത്തത് മിക്കവാറും കിട്ടില്ലായിരിക്കും, ഞാനേ മൈൻഡ് കൊണ്ട് കിട്ടില്ലായിരിക്കും എന്നൊക്കെ വിചാരിച്ച്. പക്ഷെ അത് കൊണ്ടുവന്നത് ഭയങ്കര സന്തോഷമായി. അവരത് അത്രയും അതെ ഇപ്പൊ എല്ലാം കറക്റ്റായിട്ട് പ്രൊഡക്ഷൻ എല്ലായിടത്തും കൈവച്ച് തരണമെന്നൊന്നുമില്ല. അപ്പൊ അവരുടേതായ രീതി അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് നമ്മുടെ കയ്യിൽ എത്തിക്കാൻ നോക്കാറുണ്ട്. പിന്നെ അതുപോലെ കോസ്റ്റ്യൂം അശ്വതി എന്ന് പറഞ്ഞ ചേച്ചിയാണ്. അപ്പം ആ ചേച്ചി എനിക്ക് നേരത്തെ ഞാൻ അവരോടൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഈ ഒരു പടത്തിന് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മൂഡിലേക്ക് എത്തിക്കാൻ കോസ്റ്റ്യൂം ഒരുപാട് സഹായമായിട്ടുണ്ട്. അപ്പം അതിനനുസരിച്ചിട്ട് അവര് ഇപ്പൊ നോക്കിയാൽ മതി, 4 പേർക്ക് 4 ഡിഫറെന്റ് ആയിട്ടുള്ള പരിപാടികളാണ് എല്ലാത്തിനും പിടിച്ചേക്കുന്നത്. അവരെ ഇപ്പൊ ഭയങ്കര മോഡേൺ ആകല്ലേ, അല്ലെ ഒരു മീഡിയം ഫാമിലി നിൽക്കുന്നതായിരിക്കണം, പക്ഷെ സ്റ്റൈലായിരിക്കണം, അല്ലെ ഫാഷനബിൾ ആകണം എന്നൊക്കെയുള്ള ചിന്തയിൽ തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പം ചേച്ചി അതിന് ഞാൻ പോലും മനസ്സിൽ ഇത്രയും ആഗ്രഹിച്ചില്ല ഈ ജോബ്. പക്ഷെ അതിനേക്കാളും മേളിൽ അവർ ആ കോസ്റ്റ്യൂമിൽ മാക്സിമം പരിപാടികൾ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ക്ലൈമാക്സിലുള്ള ഫൈറ്റ് ഉണ്ടല്ലോ വാഴ ടീം വരുന്നത്, നമുക്ക് ഏതോ ഒരു മൂമെന്റിലാണ് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയത്. അല്ല ഓക്കെ, ഓൾറെഡി അതൊക്കെ സ്ക്രിപ്റ്റിലെല്ലാം ഉണ്ടായിരുന്നു. അപ്പം അത് ഇതിലേക്ക് ഇങ്ങനെ എത്തിയപ്പോഴത്തേക്ക് ഇവര് ചുമ്മാ വരുന്ന അല്ലാതെ അതിനൊരു കാരണം ഉണ്ടാകണം എന്നൊക്കെയുള്ള ഒരു ചർച്ചകൾ ഉണ്ടാവുമല്ലോ. അപ്പം ചേച്ചി ആ ഒരു കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്നപ്പം എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. മീൻസ് കാണുന്നല്ലോ മൊത്തത്തിൽ അതിനൊരു ഇവര് വരുമ്പോൾ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ ഒരു മെയിൻ കാരണം അതേ പച്ച ഡ്രസ്സും അതെ മുണ്ടും അതൊക്കെ എന്തായാലും ഒരു രീതിയിൽ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ ആഷിർ മറ്റേ ആ മുടിയൊക്കെ വളർത്തിയിട്ട് ആ പാട്ടിനകത്തൊക്കെയുള്ള ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ ചേച്ചിയോട് ചുമ്മാ ഞാനൊരു ഫോട്ടോ കാണിച്ചാണ്, ചേച്ചി ഇങ്ങനത്തെ ഒരു കോസ്റ്റ്യൂം കിട്ടിയാൽ നല്ലതായിരിക്കും. അതോ ഏതോ ഒരു ടൈമിൽ പറഞ്ഞേ ഇത് നമുക്കങ്ങനെ ഭയങ്കര റാൻഡമായിട്ട് ഷൂട്ട് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ ചേച്ചി അത് സെറ്റ് ചെയ്ത് എന്നിട്ട് ആ കോസ്റ്റ്യൂം ചേച്ചി വരുത്തിച്ചിട്ട് അതിൽ കുറേ ഡിസൈനൊക്കെ സെറ്റ് ചെയ്ത് കുറേ റിങ്സൊക്കെ വെച്ച് മൊത്തം അത് വർക്ക് ചെയ്തിട്ട് കണ്ട് ഞാൻ ഒരിക്കലും വിചാരിച്ച പോലും ഇല്ല ഇങ്ങനെ ഒരു സാധനത്തിലേക്ക് അത് മാറുമല്ലോ എന്നൊക്കെ.
അജിയാണേലോ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളിവിടെ ജോർജിയയിലും ദുബായിലും ഒക്കെ അവരുടെ ടീമിൽ ഒരാളെ ഉള്ളായിരുന്നു കൂടെ. അപ്പം അങ്ങനെ ഒരു ഇങ്ങനെ അതിനുള്ളൊരു മടിയുള്ള ഒരാളോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് എന്താണോ വേണ്ടത് അതിനൊരു ഭയങ്കര പ്യുവറായിട്ടൊരു സാധനം എത്തിക്കാൻ വേണ്ടി അവർ മാക്സിമം ശ്രമിക്കാറുണ്ട്. ഒരു ഫിലിമിന്റെ ഡേയും നൈറ്റും ഒക്കെ ഷൂട്ട്സ് വരും, ഒരു ഹെക്ടിക് സ്കെഡ്യൂൾ ആയിരിക്കും. അപ്പം അതിന്റെ ഒരു ക്രിയേറ്റീവ് ക്ലാരിറ്റി നഷ്ടപ്പെടാതെ അതെങ്ങനെയാണ് ഒന്ന് മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്നത്? നമ്മളിപ്പോൾ ഈ ചെയ്ത പടത്തിൽ അങ്ങനെ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. മാക്സിമം ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, എല്ലായ്പ്പോഴും അത് ഉണ്ടാകണമെന്നൊന്നുമില്ല. എന്നാൽ പോലും ഇപ്പം നമുക്ക് വെളുപ്പിന് 3 മണി 4 മണി വരെ ഷൂട്ട് ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം 2 മണിക്ക് അല്ല അങ്ങനെയൊക്കെ ആയിരിക്കും പ്രൊഡക്ഷൻ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ പേഴ്സണൽ ചിലപ്പം ഇങ്ങനെ ആയിരിക്കില്ല. ചിലപ്പം കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർ അവർക്ക് ഇതെല്ലാം എല്ലാ പരിപാടികളും സെറ്റ് ചെയ്ത് അഴിച്ചിട്ടൊക്കെ പോകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും എന്നറിയാം. ഞാനും അതേപോലെ തന്നെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പം ഈ ഇപ്പം ഞാൻ ഇവിടെ പുറത്ത് പോയപ്പോഴും ഇവിടെ നമ്മളുള്ള വ്യത്യാസം അതൊരു ഭയങ്കര ഇപ്പം നമ്മളിവിടെയൊക്കെ മാറി. ഇപ്പോൾ ഒരു കറക്റ്റ് ടൈം ഷെഡ്യൂളിലേക്ക് പരിപാടി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് വാഴ ഷൂട്ട് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ജോർജിയയിൽ പോയപ്പോഴാണ് മാറിയത്. അപ്പം നമ്മളിവിടെ അവിടെ നമ്മളുള്ള വ്യത്യാസം അത്ര ഭയങ്കര അന്തരമാണ്. അവിടെ 6 മണി എന്ന് പറഞ്ഞാൽ 6 മണിയാകുമ്പോൾ അവർ എത്തും. ഫസ്റ്റിൽ നമുക്ക് ഫുഡാണ്. അപ്പം പിന്നെ വർക്കിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സിങ്. പിന്നെ ഇന്ന ടൈമുണ്ട്. ആ ടൈമിനപ്പുറത്തേക്ക് അവർ നിൽക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് എക്സ്ട്രാ ബാറ്റയാണ്. ഇനി അവർ പിറ്റേ ദിവസം നമുക്ക് നേരത്തെ പറഞ്ഞെങ്കിൽ അതിന് എക്സ്ട്രാ ബാറ്റയാണ്. ഇപ്പം ഒരു 3 മണിക്കൂർ നമ്മൾ മുന്നോട്ട് ഷൂട്ട് പോയിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം അവർക്ക് സ്ലീപ്പിംഗ് ബാറ്റകളുണ്ട്. പക്ഷെ നമ്മളിവിടെ അങ്ങനത്തെ സിസ്റ്റം പരിപാടിയൊക്കെ എത്തി വരുന്നേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് എത്തത്തിനാണ്. കാരണം ആൾക്കാർ ഒരുപാട് വർക്ക് ഭയങ്കരമായിട്ട് കഠിനാധ്വാനം ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരു ഭയങ്കര ഫാമിലിയിലേക്ക് ഒന്നും വരാതെ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. വേറെ ഏതെങ്കിലും ഒരു സമയത്ത് സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് മാത്രമായിരിക്കും ഇതിൽ എത്തിയേക്കുന്നത്. അല്ലാതെ ഇത് സിനിമ ഇഷ്ടപ്പെടാതെ ഒരാൾ വന്ന് ലൈറ്റ് യൂണിറ്റിലെ ഒരു ചേട്ടനോ അല്ലെങ്കിൽ എപ്പോഴേലും അവരുടെ ഉള്ളിലൊരു ആഗ്രഹത്തിൻ്റെ പുറത്തായിരിക്കും അവരെല്ലാം ഇവിടെ എത്തുന്നത്. ചില ആളുകൾ അതിനെ ബേസ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകാറുണ്ട്. അങ്ങനെ എനിക്ക് പേഴ്സണലായിട്ടും അറിയാവുന്ന കുറേ അധികം ചേട്ടന്മാരൊക്കെ ഉണ്ട് യൂണിറ്റിലൊക്കെ വർക്ക് ചെയ്യുന്നത്. എപ്പോഴേലൊക്കെ കാണും, വിളിക്കുകയൊക്കെ ചെയ്യും. പടം കണ്ടിട്ടാണെങ്കിലും അവരൊക്കെ വിളിച്ചപ്പോൾ എനിക്ക് ഒത്തിരി ഭയങ്കര സന്തോഷം തോന്നിയായിരുന്നു. കാരണം ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും എല്ലാവരും പറഞ്ഞു തരണമെന്നൊന്നുമില്ല. അപ്പം നമ്മളിതുപോലെ യൂണിറ്റിലെ ചേട്ടന്മാരും ഒക്കെ ആയിരിക്കും നമുക്ക് കൂടുതൽ ഇങ്ങനെ ആയിരിക്കും, നീ അങ്ങനെ ആകല്ലേ, ഇങ്ങനെ ആണെന്നൊക്കെ പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് അന്ന് വേറെ ആരും ചിലപ്പോൾ നമുക്ക് പറഞ്ഞു തരാൻ കാണത്തില്ലായിരിക്കും. അപ്പോൾ അതൊക്കെ ഭയങ്കര ഇങ്ങനെ തോന്നി. ഇപ്പൊ ഒരു ഹിറ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ടറായി നിൽക്കുമ്പോൾ പണ്ടത്തെയും ഇപ്പോഴത്തെയും ഒരു ലൈഫ് സ്റ്റൈൽ വെച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും പണ്ടത്തെ ലൈഫ് സ്റ്റൈലിൽ മിസ് ചെയ്യുന്നുണ്ടോ? മിസ് ചെയ്യുന്നില്ല. എൻ്റെ കൂട്ടുകാരൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, അപ്പോൾ അവരിപ്പോൾ എന്നെ ഒരു ഒളുക്ക് പരിപാടിക്ക് വിളിച്ചുകൊണ്ട് പോകാറില്ല. എന്നെ ഭയങ്കര കൂടുതൽ പ്രൊട്ടക്ഷനും ഭയങ്കര കരുതലും ഒക്കെയാണ്. എനിക്കാണ് അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ അവരുടെ കൂടെ അത്രയും ഞാനും അങ്ങനെ ഭയങ്കര വൈൽഡായിട്ട് തന്നെ പോകുന്ന ഒരാളായിരുന്നു. അപ്പം ഇപ്പം അവർ എന്നെ ചേട്ടാ അങ്ങോട്ട് വരണ്ട, അല്ലേ നീ അങ്ങോട്ട് വരണ്ട എന്നൊക്കെ പറഞ്ഞ് എന്നെ മാക്സിമം വിലക്കും എല്ലായിടത്തും. ചിലപ്പോൾ അതിനുള്ള സ്നേഹം കൊണ്ടായിരിക്കും. പക്ഷെ ഞാൻ അവരെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവരെയും കാണാനോ അങ്ങനെ ഒന്നും പറ്റുന്നില്ല. ഇപ്പം ഇങ്ങനെ ഓരോ ബാച്ചായിട്ട് എല്ലാവരും കാണാനും പറ്റുന്നുണ്ട്. ഇനിയിപ്പം നമുക്ക് സെറ്റുകളിൽ ലൊക്കേഷൻ ഒക്കെ തീരുമാനിക്കുമ്പം ഈ ഒരു ഫിലിമിന് വേണ്ടിയിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് കണ്ടുപിടിച്ച ഏതെങ്കിലും ലൊക്കേഷൻ ഉണ്ടോ? ഒരു പാലമില്ലേ, എന്താ ഈ പടം തുടങ്ങി ഇന്റർവെല് കഴിഞ്ഞിട്ട് ഇവരെല്ലാം പാലത്തിനടിയിൽ നിന്നിട്ടുള്ള സീനുണ്ടല്ലോ, ആ പാട്ടൊക്കെ തന്നെ. അത് ശരിക്കും ഒന്നുമില്ല, ഞങ്ങളിങ്ങനെ ലൊക്കേഷൻ കാണാൻ വേണ്ടി ഒന്നും പോയതോ അങ്ങനെയൊന്നും അല്ല. അത് തന്നെ. അപ്പൊ അത് ശരിക്കും ഞങ്ങൾ ഇപ്പം ഷൂട്ട് തുടങ്ങും, ഒരാഴ്ചയും കൂടെ ഉണ്ട് രണ്ടാമത്തെ ഷെഡ്യൂൾ തുടങ്ങാൻ വേണ്ടി. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ ആലുവ പാലം കാണണം, ഈ പ്രേമം സിനിമ ഷൂട്ട് ചെയ്ത പാലം കാണണമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഡയറക്ഷൻ ടീമിലും ക്യാമറ ടീമിനൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. അപ്പം നമ്മളിപ്പോൾ ലൊക്കേഷൻ കാണാൻ പോകുമ്പോൾ എപ്പോഴേലും അവിടെ ഒന്ന് കയറണമെന്ന് ഭയങ്കര അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കയറി കണ്ടതാണ്. അപ്പം അതിൻ്റെ മേളിൽ കയറ്റാനൊന്നും പറ്റത്തില്ലായിരുന്നു. ഞങ്ങളുണ്ട് ഒരുപാട് ദൂരമൊക്കെ ആ പാലത്തിൽ കൂടെ നടന്നൊക്കെ പോവുകയൊക്കെ ചെയ്തായിരുന്നു. അങ്ങനെ എപ്പോഴോ കണ്ടിങ്ങനെ ചുമ്മാതെ വന്ന് സൈഡിൽ കൂടെ പോയി നോക്കിയതാണ് ഞാനപ്പോൾ. ഇങ്ങനെ ഒരു സ്ഥലം കണ്ടു. അപ്പം ചുമ്മാ അന്ന് ഫോണിലിങ്ങനെ 2-3 ഫോട്ടോ എടുത്തതേ ഉള്ളൂ. അപ്പം അത് അങ്ങനെ അത് ഞാനിങ്ങനെ പറഞ്ഞു നമുക്കന്ന് ഈ സീൻ ഇവിടെ ഷൂട്ട് ചെയ്യാം എന്നൊക്കെ തോന്നി. അപ്പോൾ ഈ പാലത്തിനടിയിലാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഇത് എങ്ങനെ ഭയങ്കര അത് ഞാനും വിചാരിച്ചില്ല അങ്ങനെ കുറേ ഷൂട്ടുകൾ എനിക്ക് അവിടെ എടുക്കാൻ പറ്റും. കാരണം ആ ഒരു ഇച്ചിരി വലിയ സീനായിരുന്നു. ഒരു ദിവസത്തേക്ക് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയത്. ഒരു ദിവസമായിരുന്നു പെർമിഷൻ ഉണ്ടായിരുന്നു. അപ്പം ആ ഷൂട്ട് നേരത്തെ ചെയ്യുന്നത്. അപ്പം നമുക്ക് കുറേ അധികം ഷോട്ടുകൾ എടുക്കാൻ പറ്റി അവിടെ. അതുവഴി നടത്തി വെള്ളത്തിലിരുത്തി ചാടിച്ചൊക്കെ അങ്ങനെ കുറേ ഷോട്ടുകളൊക്കെ എടുക്കാൻ പറ്റി. അത് ഭയങ്കര യാദൃശ്ചികമായിട്ട് വന്നൊരു ഇതാണ്. നമ്മൾ ലൊക്കേഷൻ വേറെ എന്തിനോ പോയി
ചുമ്മാ ഇത് കണ്ട് ഇതിൻ്റെ അടിയിൽ കൂടെ ഒക്കെ കയറി വന്നപ്പോൾ ഇങ്ങനെ സ്ഥലം കണ്ടതും അങ്ങനെ ചെയ്തതാണത്. നമ്മളുടെ അൽഫോൻസ് സാറിന്റെ കൂടെ വർക്ക് ചെയ്തപ്പോൾ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് വേഴ്സിന് ഭയങ്കര ഇഷ്ടമുള്ള ഡയറക്ടേഴ്സിൽ ഒരാളാണ് പുള്ളി. ആള് വന്നതും നമുക്ക് ഒരു സ്വപ്നത്തിൽ വിചാരിക്കാൻ പറ്റാത്ത കാര്യം പോലെ ഫീൽ ചെയ്ത്. ഞാനാണെങ്കിൽ ആൾക്കിങ്ങനെ കുറേ വർഷങ്ങളായിട്ട് ഇൻസ്റ്റയിലും ഒക്കെ വാട്സപ്പ് നമ്പറൊക്കെ കിട്ടിയിട്ട് ഞാൻ വിളിച്ചിട്ടൊന്നുമില്ല, പക്ഷേ ഈ മെസ്സേജ് ഒക്കെ അയക്കായിരുന്നു. ഞാൻ ഹാപ്പി ബർത്ത്ഡേ അങ്ങനെയൊക്കെ ഹാപ്പി ഓണം അല്ലാതെ ഞാൻ കൂടുതലായിട്ടൊന്നും എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ആളെ എപ്പോഴും സംസാരിക്കണമെന്നും മിണ്ടണമെന്നൊക്കെ ഉണ്ട്. ഉള്ളിൽ ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്കങ്ങനെ അത്രയും ഭയങ്കര റെസ്പെക്റ്റ് ഉള്ള ആൾക്കാർ. ഞാൻ എല്ലാം ഇങ്ങനെ 1-2-3 ഡയറക്ടേഴ്സിനൊക്കെ ഇങ്ങനെ മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട്. വേറെ ഒന്നും അയച്ചിട്ടില്ല, ഇങ്ങനെ ബർത്ത്ഡേ ഒക്കെ നോക്കി ബർത്ത്ഡേ ഒക്കെ അയക്കും, അത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ ഇങ്ങനെ അയച്ച് ഞാൻ എനിക്കൊന്ന് കഴിഞ്ഞ ഇത് ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് കൂടെ ഞാൻ അയച്ചതേ ഉള്ളൂ. പുള്ളിയുടെ എന്തോ ക്രിസ്മസിന് എന്തോ മെസ്സേജ് അയക്കുകയും ചെയ്തായിരുന്നു. അപ്പം പുള്ളി വന്നപ്പോൾ ഭയങ്കര എന്തെന്നില്ലാത്ത സന്തോഷം ഉണ്ടായിരുന്നു. അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. കാരണം പിന്നെ ആളുടെ കൂടെ ഇങ്ങനൊരു ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റും ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. അപ്പം ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഡയറക്ടർ എൻ്റെ മുമ്പിൽ അഭിനയിക്കാൻ വരുന്നു. അപ്പം ഞാനത് പറഞ്ഞു കൊടുക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ പെട്ടെന്ന് ഞാൻ ചിലപ്പോൾ റിലേ കട്ടാവും. പക്ഷേ ഈ പുള്ളിയുടെയൊക്കെയാണല്ലോ ഞാൻ പറയാൻ വന്നതെന്നൊക്കെ എന്താ പറയാൻ വന്നതെന്നൊക്കെ മറന്നേ പോയിട്ടുണ്ട്. നല്ലൊരു ഇതായിരുന്നു. അപ്പോൾ ആളൊരു നമുക്കൊരു ഭയങ്കര ജെന്യുവനായിട്ടൊരാൾ, ഭയങ്കര പൊളി ഒരു മനുഷ്യനായിട്ട് തോന്നി ആള്. ഓക്കെ. പരാജയത്തെക്കാളും ഒരു വലിയ പ്രഷറാണ് വിജയം ഹാൻഡിൽ ചെയ്യാൻ, അല്ലേ? പരാജയത്തെക്കാളും വലിയൊരു പ്രഷറാണ് ഇപ്പൊ ഒരു വിജയം ഹാൻഡിൽ ചെയ്യാൻ. അപ്പം നെക്സ്റ്റ് ഒരു ഫിലിം, അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ എത്രത്തോളം ടെൻഷനും നെർവസ്നെസ്സും എല്ലാം ഉണ്ട്. അതെങ്ങനെയാണ് ഇനി ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്? അങ്ങനെ ടെൻഷനെന്തോ പിന്നെ അറിയില്ല. ഇപ്പം ഞാനാണേലും എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകളൊക്കെ ചെയ്യണമെന്നൊക്കെ ഉള്ള ആഗ്രഹത്തിലായിരുന്നു ഇതിൽ വന്നത്. അന്നൊന്നും എനിക്ക് എങ്ങനെ വേണമെങ്കിലും ചാടാനുള്ളൊരു ഇതുണ്ടായിരുന്നു. അന്ന് വെച്ച് കഴിയുമ്പോൾ നമ്മൾ കൂടുതൽ പ്രൊഡക്ഷനിൽ നിന്നൊക്കെ വരുമ്പോൾ കുറച്ചുകൂടെ കൊമേഴ്ഷ്യലായിട്ടുള്ള കഥകൾ വേണം, അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ ഉള്ളൂ. എനിക്ക് അങ്ങനെ വേണമെങ്കിലും പോവാം, അല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും പോവാം. എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടാകും. അറിയില്ല എങ്ങനെ മുന്നോട്ട് പോകുന്നത്. എല്ലാം വരുന്ന പോലെ നോക്കാവുന്നുള്ളൂ. സിനിമ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഉള്ളിൽ ആഗ്രഹമുള്ളത്. എന്നാലും ഏത് ജോണറാണ് കൂടുതൽ? അങ്ങനെ ഇങ്ങനെ ഒരു അങ്ങനെ ഫോക്കസ് ഇന്നതാകണം അങ്ങനൊന്നുമില്ല. ഇഷ്ടം തോന്നുന്ന കഥകളൊക്കെ സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളൂ. കൂടുതലും റിയൽ ലൈഫ് ഇൻസിഡൻസ് ആണോ? അങ്ങനെ ഒന്നുമില്ല, എന്ത് വേണേലും ആകാം. അത് നമ്മളെ സ്വാധീനിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പരിപാടി ആയാൽ മതി. കൂടുതലും ഞാൻ എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ നിന്നൊക്കെയാണ് ഇങ്ങനെ പരിപാടികളൊക്കെ കേട്ട് ഞാൻ അങ്ങനെ കുറേ ഇഷ്ടപ്പെട്ട കുറച്ച് പരിപാടികളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരും എന്നെ ഇങ്ങനെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ടോ, ഇപ്പം അതൊന്നും പിടിക്കണ്ട. അപ്പം അതൊക്കെ അങ്ങനെ വലിയ ഹൈ പരിപാടി ഒന്നുമില്ല, അവിടെ എല്ലാം കുഞ്ഞു കുഞ്ഞു പരിപാടികളൊക്കെയാണ്. അപ്പം ഇനി കുറച്ചുകൂടി ഒന്ന് സെറ്റാകുക, അല്ലെങ്കിൽ കുറച്ച് എല്ലാം ഇപ്പം ഇങ്ങനെ ഹിറ്റ് അടിച്ചപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ പടമായിരിക്കും എല്ലാവരും അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ നിരുത്സാഹപ്പെടുത്തുന്നെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്ക് അതിലൂടെയൊക്കെ പോകണമെന്ന് തന്നെയാണ് ആഗ്രഹമുള്ളത്, അത്രേ ഉള്ളൂ. അല്ല എനിക്കങ്ങനെ അത് വേണം ഇത് വേണം എന്നുള്ള ചിന്തയൊന്നുമില്ല. സിനിമ ചെയ്യണം, മുന്നോട്ട് പോകണമെന്നേ ഉള്ളൂ. ഒരു ഫൺ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ചോദിക്കട്ടെ? സെവൻ ഇപ്പം പണ്ടത്തെ ഒരു സെവൻ ക്ലാബ് ബോർഡും പിടിച്ച് മറ്റുള്ളവരുടെ സെറ്റിൽ ഓടി നടന്നൊരു സെവൻ ഇപ്പം ഇത്രയും വലിയൊരു ഹ്യൂജ് സക്സസിൽ നിൽക്കുന്ന ഒരു സെവൻ, ആ പണ്ടത്തെ സെവൻ വന്ന് ഇപ്പൊ ഒരു സക്സസിൽ സെവനെ വന്ന് കാണുമ്പോൾ എന്തായിരിക്കും പറയുന്നുണ്ടാവുക? അങ്ങനൊന്നും പറയാൻ തോന്നുന്നില്ല. എന്നാലും എന്തെങ്കിലും കൂടി വന്നാ എന്തായാലും ആ കണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. അത് പുറത്താർക്കും കേൾക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. എന്നാൽ ചിരിക്കും നന്നായിട്ട്. അതിൽ കൂടുതലും ഉണ്ടാവുമെന്ന് എനിക്ക് ഒന്നും ഉണ്ടാവില്ല. ഇന്നത്തെ എന്നെ രണ്ടുപേർക്കും ഒരേപോലെ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. പണ്ട് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഈ ഒരു സക്സസിലെത്തും. അങ്ങനെ ഇത് സക്സസ് ആവുന്ന അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചില്ല. എനിക്ക് സിനിമ ചെയ്യണം, അല്ലെ ഞാൻ ആഗ്രഹിച്ചിടത്തേക്ക് എത്തണമെന്നൊക്കെയുള്ള ചിന്തകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ ഇങ്ങനെ പോകുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും ഒരു വീഡിയോയിൽ ഹാഷിർ പറയുന്നൊരു ലൈൻ ഉണ്ടായിരുന്നു, 2026 വർഷത്തെ ഡയറക്ടർ തൂക്കി. അപ്പം ആ ഒരു ടൈറ്റിൽ തൂക്കി എന്നൊരു ടൈറ്റിൽ കിട്ടിയപ്പം എന്താണ് ഫീൽ ചെയ്തത്? എന്താണ് ഒരു ഇമോഷൻ? ഞാൻ തോന്നില്ല. ഇതിനും ഭയങ്കര കിടിലം സിനിമകൾ ഇറങ്ങിയ നാടല്ല നമ്മളെ. ഇതിലും ഭയങ്കര കിടിലമായിട്ടുള്ള ഡയറക്ടേഴ്സ് ഉണ്ട് ഇവിടെ. ഇന്റർനാഷണൽ ലെവൽ സിനിമ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരു സിനിമ അത്രയേ ഉള്ളൂ. അല്ല ഞാൻ അപ്പുറത്തേക്ക് അതിനെപ്പറ്റി ആലോചിച്ചിട്ട് പോലുമില്ല. എന്നെ തന്നെ ഭയങ്കരമായിട്ട് വണ്ടറടിപ്പിച്ച് എന്നെ തന്നെ 2-3 ദിവസം അതിൻ്റെ ട്രോമയിലേക്ക് പോയിട്ടുള്ള സിനിമകൾ ചെയ്തിട്ടുള്ള ഡയറക്ടേഴ്സ് ഉണ്ട് ഇവിടെ. അത് നമ്മൾ മലയാളത്തിലും തമിഴിലും ഒക്കെ ആയിട്ട്. അപ്പം നമ്മൾ അവരുടെ എല്ലാ സിനിമകളും കണ്ടിട്ടാണ് വന്നത്. അപ്പം ഞാൻ ഈ എനിക്കറിയില്ല, അങ്ങനെ അതിന് ആൾക്കാർക്ക് കണ്ടിഷ്ടം തോന്നി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നേ ഉള്ളൂ. എൻ്റെ അപ്പുറത്തേക്ക് ഞാൻ അതിനെ അങ്ങനെ കാര്യമായിട്ട് വിലയിരുത്തിയിട്ടില്ല.
മലയാളം ഇൻഡസ്ട്രിയിൽ കൂടുതലും സ്പോട്ട് എഡിറ്റേഴ്സിന്റെ ഒരു യുഗമാണ്. അപ്പം അതിനെക്കുറിച്ച് എന്താണ് സെവൻസയുടെ ഒരു അഭിപ്രായം? ഭയങ്കര നല്ലതാണ്. കാരണം ഈ സ്പോട്ട് എഡിറ്ററായിട്ടുള്ള ആൾക്കാരാണ് ഇപ്പോൾ കൂടുതൽ എഡിറ്റേഴ്സായി മാറുന്നത്. അപ്പം അവർക്ക് ഭയങ്കര സ്കില്ല് ഭയങ്കര കൂടുതലായിരിക്കും. കൂടുതൽ ഫീൽഡ് ലൊക്കേഷനിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇപ്പം സിനിമ ഇപ്പോൾ സ്പോട്ട് എഡിറ്റ് ഇല്ലാത്ത പടം ചെയ്യുന്ന ഡയറക്ടേഴ്സും ഒക്കെ ഉണ്ട് ഒരുപാട്, നമ്മുടെ മലയാളത്തിൽ തന്നെ ഉണ്ട്. ഇങ്ങനെ അല്ല, സ്പോട്ട് എഡിറ്റ് ഉപയോഗിക്കാത്ത ഡയറക്ടേഴ്സും ഉണ്ട് മലയാളത്തിൽ. പിന്നെ ഇപ്പോൾ സ്പോട്ട് എഡിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടൊരു ഇതാണ്. ഇപ്പം നമുക്കൊരു അല്ലെ ഈ ഒരു സീൻ മൊത്തത്തിൽ റാൻഡമായിട്ട് അവർ ഒരു പരിപാടി കട്ട് ചെയ്ത് നമ്മളെ കാണിക്കുന്നത്. അപ്പോൾ ആ സ്പോട്ടിൽ നമുക്ക് കാണാം. അപ്പോൾ അതാകണം ഫൈനലും നമ്മൾ ഒരിക്കലും നിർബന്ധം പിടിക്കരുത് എന്നേ എനിക്ക് പറയാനുള്ളൂ. എഡിറ്ററിൻ്റെതായ ഒരു ഏരിയയിലേക്ക് അത് എത്തിക്കുക എന്നേ ഉള്ളൂ. അപ്പോൾ അവിടെ തന്നെ വന്ന് ഫൈനൽ ചെയ്തിട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഈ സമയത്ത് ഇപ്പം നമുക്ക് ആ ലൊക്കേഷനിൽ ഇപ്പം നമ്മളോട് ഭയങ്കര കണക്ഷൻ ഉള്ള ഒരാളായിരിക്കും, നമ്മൾ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആളായിരിക്കാം. ക്യാമറമാൻ എന്നൊക്കെ പറയുമ്പോൾ ഒരാൾ തന്നെ ആയിരിക്കും ഈ സ്പോട്ടിൽ. ഇപ്പം ചിലത് നമുക്ക് ഈ സീനുകളൊക്കെ ഒന്ന് വർക്കായെന്ന് നമുക്കൊരു സമാധാനം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതായിരിക്കില്ല അതിൻ്റെ ഫൈനൽ പരിപാടിയിലേക്ക് വന്നാൽ പോലും എടുത്തു വെച്ചേക്കുന്ന പരിപാടികളൊക്കെ ഇങ്ങനെ ഒന്ന് ഓടിച്ച് നോക്കല്ല. ആരെങ്കിലും ഇപ്പം പ്രൊഡക്ഷനിൽ നിന്നുള്ള ആൾക്കാർ വരും. അപ്പോൾ അവരൊക്കെ ഇപ്പം പണ്ടത്തേന് കുറച്ചുകൂടി ഈസിയാണ് സിനിമ എല്ലാവരുടെ കയ്യിൽ എത്തിയിട്ടുള്ളത്. അപ്പം അവർക്ക് കാണണം. ചിലപ്പോൾ ചില ആൾക്കാരെ നമ്മൾ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി കാണിച്ചെന്നിരിക്കും. അതിനൊക്കെ ഒരു ടോൾ. ഇപ്പം നമുക്കൊരു ആ ഒരു മ്യൂസിക് ഇട്ടിട്ട് ഇങ്ങനെ അതിന് ഒരു മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നൊക്കെ നമുക്ക് അവിടെ വെച്ച് നമ്മുടെ തൊട്ടടുത്ത് വെച്ച് ഇതൊക്കെ ചെയ്ത് കാണാൻ പറ്റില്ല. എന്തോ ഒരു സാധ്യതയുണ്ട് എല്ലാ പരിപാടിക്കും എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതൊരു ഭയങ്കര അടിപൊളിയായിട്ടുള്ള പരിപാടിയാണ്. ഇപ്പം നമ്മുടെ പടത്തിലാണെങ്കിൽ തന്നെ കാർത്തിക് എന്ന് പറഞ്ഞ ഒരാളായിരുന്നു സ്പോട്ട് എഡിറ്റ് ചെയ്യുക. അപ്പം ആളും ഇതുപോലെ പറയുന്ന ചിലപ്പം പുതിയ ഐഡിയാസ് നമ്മളൊക്കെ പറഞ്ഞു തന്നിരിക്കും, അല്ല നമ്മൾ പറഞ്ഞ പരിപാടിയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും. അങ്ങനെ ഒരു ഭയങ്കര ശ്രമങ്ങളെല്ലാം ഉണ്ടാകുന്നുണ്ടല്ലോ. ചിലപ്പോൾ അവർ മൊത്തം പരിപാടി എല്ലാം നമ്മൾ എടുത്തേക്കുന്ന എല്ലാ ഫുട്ടേജും വെച്ചിട്ടായിരിക്കും ഇങ്ങനെ വെക്കുന്നത്. എഡിറ്ററിൻ്റെ അടുത്ത് വെച്ചുമ്പോൾ അതിന് വ്യത്യാസം ഉണ്ടാകും എപ്പോഴും. പക്ഷെ എന്നാൽ പോലും നമുക്കൊരു ഒരു ധാരണ ഒരു സീനെ പറ്റിയൊക്കെ ഉണ്ടാകാൻ ഹെൽപ്പാണ്. നമ്മൾ പൂർണ്ണമായിട്ട് നമ്മൾ അതിനെ ആശ്രയിക്കാതിരുന്നാൽ മതി. ഇപ്പോൾ സ്പോട്ട് എഡിറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ അത് അങ്ങനെ നമ്മൾ ചിന്തിക്കാതെ നമുക്കൊരു ധാരണ ഉണ്ടാക്കുക, അല്ലെ ആ സീൻ ഇങ്ങനെ ആകാം, അല്ലെ ഇങ്ങനെയൊക്കെ ഉണ്ടാകാം, ഒരു ധാരണ അത് മാത്രം നമ്മൾ വിചാരിച്ചിട്ടാണ് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ഇതാണ് സ്പോട്ട് എഡിറ്റർ എന്ന് തോന്നുന്നത്. ഓക്കെ, ഇപ്പൊ ഈ മലയാളം ഇൻഡസ്ട്രി തന്നെ കുറെ വേറെ ട്രെൻഡ്സുകൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ എന്താണ് ഒരു ഐഡിയ, അല്ലെങ്കിൽ അതിനെ കുറിച്ച് എന്താണ് സെവൻസയുടെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ? ഭയങ്കര നല്ലതാണ്. കാരണം സിനിമ ഒരു കാലഘട്ടം മുതലേ ഇവിടെ ഭയങ്കര വ്യത്യസ്തമായ സിനിമ എടുക്കുന്ന ആൾക്കാർ ഉണ്ടായിരുന്നു. അപ്പം അവരുടെയൊക്കെ സിനിമകൾ ഇപ്പോഴാണ് ആൾക്കാർ കൂടുതൽ സംസാരിക്കാൻ തുടങ്ങുന്നത്. അന്നത്തെ സമയത്ത് അതിനെ ഉറക്കപ്പടമെന്നോ അല്ലെ ഉച്ചപ്പടം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന ആൾക്കാർ ഒക്കെ ഉണ്ടായിരുന്നൊരു കാലഘട്ടത്തിൽ നമ്മൾ വന്നത്. അപ്പോൾ ഇപ്പോൾ അങ്ങനെയുള്ള സിനിമകളെ പറ്റിയൊക്കെ ഭയങ്കര കൾട്ട് ക്ലാസിക് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നു. അപ്പോൾ ഇത് സിനിമ ഇപ്പോഴത്തെ വിജയമാണോ അതോ 10-20 വർഷം കഴിഞ്ഞിട്ട് ഒരു സിനിമയെ പറ്റി സംസാരിക്കുന്നതാണോ സിനിമ എന്നൊക്കെ നമുക്ക് അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പം ഏതാണ് പ്യുവറായിട്ടുള്ള സിനിമ എന്നുള്ളത് കുറേ കാലം കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എപ്പോഴും എല്ലാ കാലഘട്ടത്തിലും ഇങ്ങനെ നമ്മുടെ ഐഡിയോളജികൾ മാറാറുണ്ട്, സിനിമയോടുള്ള മൂഡുകൾ മാറാറുണ്ട്. അത്രയും വ്യത്യസ്തമായിട്ട് സിനിമകൾ ചെയ്തേക്കുന്ന ഡയറക്ടേഴ്സ് ഉണ്ട്. അപ്പം അവരൊക്കെ ഒരു കാലഘട്ടം കഴിയുമ്പോഴത്തേക്ക് ഓർമ്മിപ്പിക്കപ്പെടുന്നത് അവർ അന്ന് ചെയ്ത് വെച്ച ക്രാഫ്റ്റിൻ്റെ ഒരു ബലം കൊണ്ടും പവർ കൊണ്ടായിരിക്കും വിചാരിക്കുന്നു. അസിസ്റ്റന്റ് ഡയറക്ടറിൽ നിന്നും ഒരു ഡയറക്ടറിലേക്ക് പോയി, അതേപോലെ ഒരു റൈറ്ററും കൂടെയാണ്. അപ്പോൾ ഈ മുന്നോട്ട് സ്വന്തമായി ഒന്ന് റൈറ്റ് റൈറ്ററൊന്നുമല്ല, ഞാൻ അവരോടൊക്കെ ചുമ്മാ നിന്നിട്ടുള്ളതേ ഉള്ളൂ. എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് എഴുതാനൊക്കെ, ഇല്ലെന്നല്ല ഞാൻ പറയാം. പക്ഷെ എനിക്ക് അതിനുള്ള അത്ര വലിയ കപ്പാസിറ്റി ഉണ്ടെന്നോ അല്ലെ ഞാൻ അതിൽ ഭയങ്കര പെർഫെക്റ്റ് ആണെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. എനിക്ക് ചിലപ്പോൾ ആ സ്ക്രിപ്റ്റ് വായിച്ച് ചിലപ്പോൾ എനിക്കൊരു അഭിപ്രായം പറയാൻ പറ്റുമായിരിക്കും, അല്ലെങ്കിൽ അവരുടെ കൂടി ഇരിക്കാൻ ചിലപ്പോൾ അങ്ങനെയൊക്കെയുള്ളൂ. അല്ലാതെ അതിന് കഴിവുള്ള ആൾക്കാർ വരും, അവർ അത് ചെയ്തോളൂ, നന്നായിട്ട് ചെയ്യുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. മുന്നോട്ടൊരു റൈറ്റിങ്ങും ഡയറക്ഷനും രണ്ടും കൂടെ ഒരു അറിയില്ല, ഇപ്പം എനിക്ക് അങ്ങനത്തെ ചിന്തയൊന്നുമില്ല. പക്ഷെ അങ്ങനെ ചെയ്യണമെന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവുമല്ലോ, കുഞ്ഞാഗ്രഹമൊക്കെ ഉണ്ടായിരിക്കും, അറിയില്ല. പക്ഷെ ഞാൻ അത് അത്ര അതിനുവേണ്ടി ഇപ്പം എഴുതുക എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ അടിസ്ഥാനപരമായിട്ടൊരു സ്ക്രീൻ റൈറ്റിംഗ് ആണ് സിനിമയുടെ ഒരു ബേസ്. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം അതും ലോ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ പോലെ ചിലപ്പോൾ കയറി പോകണമെന്നില്ല. അപ്പം അതിനൊരു ബലം ഭയങ്കരമായിട്ട് ഉണ്ടാകണം. അപ്പം അതിനൊരു സ്ട്രക്ചർ ഉണ്ടാകണം, അതിനൊരു വേരിയേഷൻസ് ഉണ്ടാകണം. ഇതൊക്കെ ഒരു നല്ല റൈറ്റർ അല്ലെ അവർ അങ്ങനെ ഒരാൾക്കേ അത് പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് ചിലപ്പോൾ കഥ ഉണ്ടാക്കാം, ഒക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു കേട്ടോ, എല്ലാവർക്കും ചിലപ്പോൾ എല്ലാ സ്കില്ലും ഒരുപോലെ കൊണ്ടുപോകുന്ന ആൾക്കാരും ഉണ്ടായിരിക്കും. ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്. എനിക്ക് ചിലപ്പോൾ ഒരു കഥ ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും, അല്ലെ ഇങ്ങനെയൊക്കെ ആകാം അങ്ങനെയൊക്കെ ആകാം എന്നൊക്കെ പറയാമായിരിക്കും. പക്ഷെ അതൊരു എഴുത്ത് പരിപാടിയിലേക്ക് വരുമ്പോൾ അതിൻ്റെതായ രീതിയിലുള്ള ആൾക്കാർ വന്ന് സെറ്റ് ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. വാഴ 3 അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ
സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായി സാർക്കാസം ആയിട്ട് വന്നൊരു പോസ്റ്റ് ആയിരുന്നു, ബയോപിക് ഓഫ് എ മില്യൺ ഗേൾസ് എന്ന് പറഞ്ഞപ്പോ. അപ്പം അതിനെ കുറിച്ച് എന്താണ് സെവൻസയുടെ ഒരു അഭിപ്രായം? വാഴ 3 എങ്ങനെയായിരിക്കും? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങൾക്ക് അങ്ങനെ ഒരു പടം വരണമെന്ന് ആഗ്രഹമില്ലേ? നമുക്ക് ആഗ്രഹമുണ്ട്, പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് അതിനു വേണ്ടി സംസാരിക്കുന്നില്ല? ഒരു സാർക്കാസം എന്ന് പറഞ്ഞപ്പോ നമ്മളുടെ ജീവിതം കൂടുതലും കല്യാണം കഴിഞ്ഞു, കുട്ടിയായി, പിന്നെ എന്തെങ്കിലും ഒരു ജോലിക്ക് പോന്നു, ആ ഒരു ജീവിതം മാത്രമാണ് ഇപ്പം മില്യൺ ഗേൾസിൻ്റെതും നടക്കുന്നത്. അപ്പം ആ ഒരു ജീവിതം എത്രത്തോളം ഫണ്ണാക്കാൻ പറ്റുമെന്നാണ് ഞങ്ങളുടെ തന്നെ ചോദ്യം. അപ്പം എന്തായാലും പടം വരുമ്പോ നോക്കി കാണുന്നതായിരിക്കും നല്ലത്. എനിക്കിപ്പോ ഒന്നും അത് ഇപ്പൊ അതിന്റെ എഴുത്ത് പരിപാടികളൊക്കെ നടക്കും. ഇപ്പം വിപിൻ ചേട്ടൻ ഇപ്പൊ ഒരു ആളുടെ സന്തോഷ് ട്രോഫി എന്ന് പറഞ്ഞ മൂവിയുടെ ഷൂട്ട് പരിപാടിയൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പം അതൊക്കെ ഇതൊന്നും ഒതുങ്ങിയിട്ടായിരിക്കും എന്തായാലും അതിന്റെ എഴുത്തിലേക്ക് കയറുന്നത്. എൻ്റെ ഭയങ്കര ക്ലോസ് ഫ്രണ്ടായിട്ട് ഒരാളാണ് വിശ്വൻ എന്ന് പറഞ്ഞ ആളാണ് വാഴ 3 ഡയറക്റ്റ് ചെയ്യുന്നത്. അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അവനത് അടിപൊളിയാക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് ഒരുപാട് ആൾക്കാർ അങ്ങനെ മെസ്സേജ് ചെയ്യും, എന്താണ് ഇതിന്റെ ഫൈനൽ പ്രൊഡക്റ്റ് അല്ലെ ഒരു പരിപാടി എന്നുള്ളത് വിപിൻ ചേട്ടനായിരിക്കും. അത് റൈറ്റിംഗ് പരിപാടി ഞാനത് വായിച്ചിട്ടില്ല, അല്ലാതെ എനിക്ക് അത് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് വിഷൻ അടിപൊളിയാണ്, അത് നന്നായിട്ട് സെറ്റാക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. അതൊരു വിജയമാവട്ടെ. അത് ഇതിനേക്കാളും വൻ വിജയമാവണം എന്നാണ് എൻ്റെ ആഗ്രഹം. കലയും ബിസിനസ്സും ഒരുമിച്ച് കൊണ്ടുപോകാൻ ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് പഠിച്ച ഏറ്റവും വലിയ പാഠം എന്താണ്? അതേപോലെ തന്നെ നമുക്കിപ്പം കൊമേഴ്ഷ്യൽ ഫിലിം മേക്കേഴ്സ് ഉണ്ട്, ആർട്ട് ഫിലിം മേക്കേഴ്സും ഉണ്ട്. അപ്പം അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്താണ്? എനിക്ക് തോന്നിയ കാര്യമാണ് ഇത്. ഇപ്പം നമ്മൾ ആർട്ട് സിനിമ എന്ന് പറഞ്ഞ് കൊമേഴ്ഷ്യൽ സിനിമ എന്നും പറഞ്ഞ് സിനിമ ഇങ്ങനെ മാറ്റി നിർത്തുക. ഇപ്പം പണ്ടുള്ള ആർട്ട് പടങ്ങൾ പോലുള്ള സിനിമകളായിരിക്കില്ല ഇപ്പോഴത്തെ ആർട്ട് മൂവി എന്നും പറഞ്ഞ്, അല്ല നമ്മൾ ഫെസ്റ്റിവലിലൊക്കെ വരുന്ന സിനിമകളൊന്നും അങ്ങനത്തെ ഒന്നും ആകണമെന്നില്ല. കുറച്ചുകൂടി ഭയങ്കര മൂല്യമുള്ള സിനിമകളൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇറങ്ങുന്നത്. പക്ഷേ ഇപ്പം ഒരു കൊമേഴ്ഷ്യൽ പടവും ആർട്ട് പടം നമ്മൾ വ്യത്യാസം, ഒരു സ്റ്റാറുകൾ വരുന്നു, അതൊരു ആൾക്കാർ ആഘോഷമായിട്ടാണ് കൊമേഴ്ഷ്യൽ പടങ്ങളിലേക്ക് എത്തുന്നത്. നമ്മൾ ഈ ആർട്ട് പടം എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന അത് എനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ. എന്തോ നല്ല സിനിമയായിരിക്കും എപ്പോഴും, നമ്മൾ നല്ല സിനിമയിലേക്കായിരിക്കും കൂടുതൽ എത്തപ്പെടാൻ നോക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കൊമേഴ്ഷ്യൽ സിനിമ എനിക്ക് അതിനെപ്പറ്റി അത്ര പിടിയില്ലാത്തതുകൊണ്ടാണ്. പിന്നെ എനിക്ക് തോന്നിയതാണ് ഇപ്പോൾ ഈ പറയുന്ന പോലെ ഈ ആർട്ട് അല്ലെ ഫെസ്റ്റിവലിനൊക്കെ പോകുന്ന ടൈപ്പ് ഒരുപാട് ആൾക്കാർ കൂടുതൽ പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നത് അവിടെ നിന്നായിരിക്കാം ചിലപ്പോൾ. അപ്പം അങ്ങനെയുള്ള സ്ഥലത്തുള്ള ആൾക്കാർക്ക് കൂടുതൽ വേദികൾ കിട്ടിയാലും ഒക്കെ നല്ലതായിരിക്കും എന്ന് തോന്നി. ഇത്രയും വലിയൊരു ജേർണിയിലൂടെ കടന്നു വന്നതാണ് സർ. ഒരു ലൈഫ് മെസ്സേജ് കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഷോയില് എന്തായിരിക്കും താങ്കൾ ഒരു ലൈഫ് മെസ്സേജ് കൊടുക്കുന്നത്? അങ്ങനെ മെസ്സേജ് ഒന്നുമില്ല, നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ കാത്തിരിക്കുക, അത് നിങ്ങളുടെ ഉള്ളിൽ അടുത്തെത്തിക്കോളൂ എന്തായാലും. ഓക്കെ. സെവൻസ ഇത്രയും നേരം നമ്മളുടെ കൂടെ ഈ ഒരു ഷോയിലിരുന്നു. അപ്പം പല ഇന്റർവ്യൂസിലും വിജയത്തിനെ കുറിച്ചും സിനിമയെ കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഷോയില് സെവൻസ എന്നൊരു വ്യക്തിയുടെ അറിയാത്തതും പറയാത്തതും ഏതെങ്കിലുമൊക്കെ ഒരു നിമിഷങ്ങൾ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അറിയില്ല, ഉണ്ടായിരിക്കാം. തീർച്ചയായിട്ടും. എനിക്ക് അതിനെപ്പറ്റി അങ്ങനെ കാര്യമായിട്ട് പറയാൻ അറിയില്ല, ഉണ്ടെന്നാണ് തോന്നുന്നത്. അറിയാവുന്ന കാര്യങ്ങളും എല്ലാം അറിയാതൊക്കെ പറഞ്ഞു പോയതാണില്ല. മലയാളം സിനിമയിലെ ഇന്നത്തെ മാറ്റങ്ങളെ സെവൻസ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അയ്യോ, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ തവണ സിനിമ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഓരോ ടൈമിൽ ഓരോരോ പുതിയ ഡയറക്ടേഴ്സ് വരും, പുതിയ പുതിയ സിനിമകൾ വരും. അങ്ങനെ നമ്മൾ കാര്യമായിട്ട് ഇപ്പോൾ ഒരു 10 വർഷം എടുത്തു കഴിഞ്ഞാൽ തന്നെ കുറേ പുതിയ നല്ല നല്ല സിനിമകൾ വന്നിട്ടുണ്ട്. ഇപ്പം എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സിനിമ ഉണ്ടായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് വാവ് അടിച്ചിരിക്കും, ഇത് മറ്റേ ആ പടമില്ല ഗഗനാചാരി എന്ന് പറഞ്ഞേ, എനിക്കത് ഭയങ്കരമായിട്ട് ഒരു അത്ഭുതം. പക്ഷെ ഇതിവിടെ ഭയങ്കരമായിട്ട് അഡ്രസ്സ് ചെയ്തേ ഇല്ല. അത് അഡ്രസ്സ് ചെയ്തിട്ടുണ്ടാകും, പക്ഷെ അതിന് അത്രയും കിട്ടിയൊരു ഹൈപ്പ് ആയില്ല. അത് മലയാളത്തിലൊരു ഭയങ്കര ഞാൻ ഇപ്പം എനിക്കറിയില്ല എല്ലാ ആൾക്കാരും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ആ പടം തിയേറ്ററിൽ കണ്ടപ്പം ഒന്ന് വണ്ടർ അടിച്ചു പോയായിരുന്നു. അപ്പം അത് അവർ ആ ചെയ്ത ഒരു എഫർട്ടും പരിപാടികളൊക്കെ ഒരു നമ്മുടെ സിനിമയുടെ നാഴികക്കല്ലുകളിൽ ഒരു സിനിമ ആകേണ്ട സിനിമയായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ എല്ലാ കാലഘട്ടത്തിലും സിനിമകൾ ഉണ്ടാകാറുണ്ട് ഇങ്ങനെ, എല്ലാ കിടിലം ഡയറക്ടേഴ്സ് വരാറുണ്ട്. നമ്മളാണെങ്കിലും ഇപ്പോൾ ഇതുപോലെ ഇവിടെ ലിജോസ് പല്ലിശ്ശേരി, അൻവർ റഷീദ്, ഡോൺ പാലത്ര എന്ന് വേണ്ട അങ്ങനെ എന്താ ദിലീഷ് പോത്തൻ, അങ്ങനെ എല്ലാ ആൾക്കാരെയും നമ്മൾ ഫോളോ ചെയ്യാറുണ്ട്. ഓരോ ടൈമിലും വരുന്ന എല്ലാ ആൾക്കാരുടെയും അവർക്ക് എങ്ങനെയാണ്, അവരെന്താണെന്നൊക്കെ നമ്മൾ നോക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തമിഴിലാണെങ്കിലും നമ്മളിതുപോലെ ഞാൻ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം മിഷ്കിൻ എന്ന് പറഞ്ഞ ഡയറക്ടറായിരുന്നു. പിന്നെ അത് മാറി വേറെ ആൾക്കാരിലേക്ക് എത്തി. അങ്ങനെ ഒരു ടൈമിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം വെട്രിമാനെ ഭയങ്കര ഇഷ്ടമായിരുന്നു.
അല്ലെ ആളുടെ സിനിമകൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ പിന്നെ അത് എന്നെ ഭയങ്കരമായിട്ട് വണ്ടർ അടിപ്പിച്ച ഡയറക്ടർ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ ത്യാഗരാജ കുമാരരാജ ആ ആളുടെ പടം കണ്ടപ്പോൾ എനിക്ക് ഇതെങ്ങനെ ഇത് ഷൂട്ട് ചെയ്യുക, അപ്പോൾ അങ്ങനെയുള്ള ഇപ്പം ഇവിടെ നമ്മുടെ പ്രേമം കണ്ടപ്പോൾ അങ്ങനെ തോന്നിയായിരുന്നു, ഇതെങ്ങനെ ഇതെങ്ങനെയാണ് ഈ പരിപാടിയിലേക്ക് എത്തിയെന്നൊക്കെ നമുക്ക് തോന്നുമല്ലോ. അപ്പോൾ നമ്മളെ ഭയങ്കരമായിട്ട് വണ്ടർ അടിപ്പിക്കുക എന്നുള്ള സിനിമകൾ ചെയ്യുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ സിനിമകൾ കാണാൻ പറ്റിയൊക്കെ തന്നെ വലിയ ഭാഗ്യം. അപ്പോൾ കൂടുതൽ നല്ല നല്ല സിനിമകൾ അവർക്ക് ഉണ്ടാക്കാൻ പറ്റട്ടെന്ന് ഞാനും ഉള്ളുകൊണ്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു സിനിമയുടെ നമ്മളുടെ ഫസ്റ്റ് ആക്ഷൻ എന്നൊരു മൊമെന്റും അതേപോലെ ലാസ്റ്റ് പാക്കപ്പ് എന്ന് പറഞ്ഞൊരു മൊമെന്റും രണ്ടും രണ്ട് എക്സ്ട്രീം ഇമോഷൻസ് ആയിരുന്നു. അപ്പം ആ ഇമോഷൻസിനെ കുറിച്ചൊന്ന് പറയാമോ? ഓക്കെ. ഇത് ഫസ്റ്റ് ഞാൻ ആദ്യം തുടക്കം ഈ ആക്ഷൻ പരിപാടിയൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഭയങ്കര ടെൻഷൻ ഉണ്ട്. പക്ഷെ എനിക്കത് പുറത്ത് കാണിക്കാൻ പറ്റില്ല. പിന്നെ എൻ്റെ ഇത് ചെയ്താൽ ശരിയാവോ, ഇത് ഈ സീനെ ഇത് ഇങ്ങനെയൊക്കെ ഷോട്ട് വെച്ചിട്ട് ഇത് കണക്ട് ചെയ്യുമ്പോൾ ഇത് കിട്ടിയാൽ ഇത് എന്താവുമെന്ന് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ ഫസ്റ്റിൽ തന്നെ നമ്മൾ സ്കൂളിലേക്കാണ് ഇത് ഷൂട്ട് തുടങ്ങുന്നത്. അപ്പോൾ സ്കൂളിലേക്ക് പോവുക, സ്കൂളാണ് ഷൂട്ട് തുടങ്ങുന്നത്. അപ്പം ഞാൻ അവിടെ ചെല്ലുമ്പോൾ തന്നെ അത്യാവശ്യത്തിൽ കൂടുതൽ പിള്ളേരുണ്ട്. അപ്പം തലേദിവസം തന്നെ ഇങ്ങനെ നാളെ ഇത്ര പിള്ളേരുണ്ടെന്നൊക്കെയുള്ള ലിസ്റ്റൊക്കെ കൊടുക്കുന്നുണ്ടോ, ഞാൻ ഇത്ര പരിപാടിയൊക്കെ ആണോ എന്നൊക്കെ മൈൻഡിലൊക്കെ ഓർത്ത്. ഇപ്പം ചെറിയ കട്സുകളായിരുന്നു. ഈ അജിനും അജിൻ്റെ പെങ്ങളും കൂടെ അലൻ്റെ പെങ്ങളും കൂടെ ഞാൻ സംസാരിക്കില്ലേ, 2 കുടയുണ്ട് 2 പെങ്ങൾ, ആ സീക്വൻസൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്ത പരിപാടി. അപ്പോൾ അതിൻ്റെ തലേദിവസമായപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ മീൻസ് എനിക്കറിയില്ല ഇവരെങ്ങനെയാണ് ഇത് പെർഫോം ചെയ്യുന്നത്, എന്താണ് ഇതിൻ്റെ പരിപാടി എന്നൊന്നും എനിക്കൊരു, കാരണം ഇവരുടേതായ രീതിയിൽ റീലുകളൊക്കെ ചെയ്ത് അങ്ങനെ വന്ന ആൾക്കാരാണ്. നമുക്കാണെങ്കിലും അങ്ങനത്തെ ഒരു സിനിമ അല്ല എൻ്റെ മൈൻഡിലുള്ളത്, അങ്ങനെ ആകണമെന്നല്ലായിരുന്നു. അപ്പം കുറച്ചുകൂടെ ഒന്ന് മാറി ഒരു സിനിമ അങ്ങനെ ഒരു ചിന്തയിലേക്ക് എത്തണം എന്നൊക്കെ തോന്നിയത്. അപ്പോൾ ഇവരെങ്ങനെ എന്നോട് സഹകരിക്കും, ഇവർക്ക് എന്നെ എത്ര വിശ്വാസം ഉണ്ടാകുന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അത് ഞാൻ ഒരു വൈകുന്നേരം ആയപ്പം ഇതുപോലെ ചീഫിൻ്റെ ഒക്കെ പറഞ്ഞ്, ചേട്ടാ എനിക്ക് നാളെ ഫസ്റ്റ് ഷോട്ട് എടുക്കും, ഇവർ 4 പേരുമുള്ള എന്തെങ്കിലും ഒരു പരിപാടി നമുക്ക് റാൻഡമായിട്ട് ചുമ്മാ എടുക്കാം, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടി നമുക്ക് നോക്കാമെന്ന് പറയും. പുള്ളി ഞാൻ പറഞ്ഞു ചുമ്മാ ഒന്നുമില്ല ചേട്ടാ, ഏതെങ്കിലും അതിൻ്റെ പുറത്തുള്ള 4 പേര് നടക്കുന്നോ അങ്ങനെ എന്തെങ്കിലും റാൻഡമായിട്ട് ഇവർ 4 പേര് ഒരുമിച്ചുള്ള പരിപാടി അങ്ങനെ അപ്പോൾ അത് രണ്ടും സിനിമയിൽ ചുമ്മാ റാൻഡമായിട്ട് എടുത്താണ്. അത് 2 സിനിമയിൽ ഉപയോഗിക്കാൻ പറ്റി. അപ്പോൾ ഒന്ന് ആ ബുക്കൊക്കെ ഇറക്കിക്കൊണ്ട് വരുന്ന പരിപാടി, അതൊക്കെ ഫസ്റ്റ് ഡേ എടുത്തതാണ്. പിന്നെ ഏറ്റവും തുടക്കം സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഇവര് ആഷർ ഇങ്ങനെ നടിക്കുന്ന എല്ലാവരും കൂടെ കളിയാക്കത്തില്ലേ ആ പാട്ടിനകത്ത്. അപ്പൊ അതൊക്കെ ഞാൻ ഉപയോഗിക്കാൻ പറ്റുമെന്ന് പോലും വിചാരിക്കാതെ എടുത്ത ഷോട്ടാണ്. എൻ്റെ ഒരു ധൈര്യത്തിന് വേണ്ടിയല്ലേ, എനിക്കൊരു കണക്ഷൻ ഉണ്ടാകാൻ വേണ്ടി എടുത്ത പരിപാടിയാണ്. അപ്പം അങ്ങനെ അതിനൊരു പരിപാടി, പിന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ അങ്ങ് പോയി. പിന്നെയാണ് പിന്നെ അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് പാക്കപ്പ് ഷോട്ട് എന്ന് പറയുന്നത് ജോർജിയയിലായിരുന്നു. അപ്പോൾ ഒരുപാട് പ്രതിസന്ധികളുണ്ടായി. അതായത് പുറത്ത് പോയി ഷൂട്ട് ചെയ്യണം, നമുക്ക് ഇവിടെ തന്നെ ഷൂട്ട് ചെയ്താൽ പോരെ, അങ്ങനെയൊക്കെ കുറേ പരിപാടികളിലൂടെ ഒക്കെയാണ് അത് പോയത്. ഇപ്പോൾ ഒരു ഭയങ്കരമായിട്ടുള്ള ഈസി ആയിട്ടൊരു പ്രോസസ്സിങ്ങിലൂടെ അല്ലായിരുന്നു ഈ ഷൂട്ട് പോയത്. ഒരു 50-60 ദിവസം ആകുമ്പോഴത്തേക്ക് എന്തൊക്കെ പറഞ്ഞാലും ഈ പ്രൊഡക്ഷന് ഇപ്പം ഇവരെ പോലെ പുതിയ ആൾക്കാരെ വെച്ചിട്ട് ഇത്രയും ദിവസത്തേക്ക് ഒരു പരിപാടി പോകുമ്പോൾ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു, ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു. ഈ 100 ദിവസം എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് 120 ദിവസം 130 ദിവസത്തേക്കൊക്കെ പോവോ ഇല്ലെന്നുള്ള പേടി ഉണ്ടായിരുന്നു. അങ്ങനെ ഈ പറയുന്ന ഇപ്പം കാണുന്ന സന്തോഷത്തിലൂടെ അങ്ങനെ ഒരു പരിപാടി അല്ലായിരുന്നു ആ ടൈമിലുണ്ടായത്. പിന്നെ പുറത്ത് പോയി ഷൂട്ട് ചെയ്തപ്പോഴത് പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല അങ്ങനെ പുറത്ത് പോയി ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നോ അങ്ങനെയൊന്നും. പക്ഷേ അതൊക്കെ ഒരു ഭയങ്കര ഇഷ്ടം. അപ്പോൾ അവിടുത്തെ ഒരു രീതികൾ നമ്മുടെ ഇവിടെയൊക്കെ ഭയങ്കര വ്യത്യാസമാണ്. വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഇപ്പോഴും സ്റ്റീൽ ഗ്ലാസും കുപ്പി ഗ്ലാസ്സിലാണ് ചായ കൊടുക്കുന്ന പരിപാടിക്ക്. പക്ഷെ അവിടെ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല, ഒറ്റ സിസ്റ്റമേ ഉള്ളൂ, ഒറ്റ പരിപാടിയിലാണ് എല്ലാവർക്കും. എനിക്ക് തോന്നിയ ആ പാടുള്ള വ്യത്യാസം ഏതാണ്, നമ്മുടെ ഇവിടെ ഭയങ്കര അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും ഭയങ്കര അന്തരമുണ്ട്. അങ്ങനെ ഒരു ഗ്രൂപ്പ് ആൾക്കാർക്ക് സ്റ്റീൽ ഗ്ലാസ്സിൽ കൊടുക്കും, ഒരു ഗ്രൂപ്പ് ആൾക്കാർക്ക് കുപ്പി ഗ്ലാസ്സിൽ കൊടുക്കും. അത് ഇപ്പം അത് കപ്പും കുപ്പി ഗ്ലാസ്സും ആയി. പണ്ട് സ്റ്റീൽ ഗ്ലാസും കുപ്പി ഗ്ലാസ്സാണ്. ഞാൻ വരുന്ന ടൈമിൽ അങ്ങനെ സ്റ്റീൽ ഗ്ലാസ്സിലായിരുന്നു ചായ കുടിച്ചുകൊണ്ടിരുന്നത്. അപ്പം കുപ്പി ഗ്ലാസ് ആയിരിക്കും കുറച്ചുകൂടെ വലിയ ആൾക്കാർക്കുള്ളത്. അതങ്ങനെയാണ് ഈ സിനിമയെ ട്രീറ്റ് ചെയ്യുന്നത് ഇവർ തന്നെ. അങ്ങനെയുള്ളൊരു കാര്യങ്ങളോടൊക്കെയാണ്. അപ്പം അവിടെ ചെന്നപ്പോൾ അതൊന്നും അല്ല, അതൊക്കെ എല്ലാവരും ഒരേപോലെ തന്നെ ഒരേ ഇതിൽ വന്നിരുന്ന് ഫുഡ് കഴിക്കുന്നു പോകുന്നു. അങ്ങനെയുള്ളതാണ്. നമ്മുടെ ഇവിടെ ഇപ്പോഴും അങ്ങനെയല്ല, എപ്പോഴും 2, 3, 4, 5 തരം തിരിച്ചിട്ടായിരിക്കും ആൾക്കാർക്ക് ഫുഡ് തന്നെ വരുന്നത്. ഓരോ ആൾക്കാരും ഓരോ രീതിയിൽ പരിപാടിയായിരിക്കും. ആ ലാസ്റ്റ് മൂവ്മെന്റ് ഇപ്പൊ ഇതൊക്കെ എനിക്ക് അവിടെ ചെന്നപ്പോൾ കിട്ടിയ തിരിച്ചറിയാട്ടെ, ഇങ്ങനെയൊക്കെയാണോ സിനിമ ചെയ്യുന്നത്, അല്ല ഇങ്ങനെ ചെയ്യാം. അപ്പം ചിലപ്പോൾ ഇതൊന്നും ഇല്ല നമുക്ക് സിനിമ ഷൂട്ട്. ഇപ്പം എനിക്കാണെങ്കിലും ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സിനിമ ചെയ്യണമെന്നായിരുന്നു അന്നത്തെ ടൈമിൽ ആഗ്രഹം. അപ്പം ഞാൻ കൊറോണ ടൈമിൽ എൻ്റെ വീട് അമ്മയുടെ വളയൊക്കെ പണയം വെച്ചിട്ട് ഒരു ചെറിയ കുഞ്ഞു പിള്ളേരുടെ പരിപാടിയൊക്കെ നാട്ടിലുള്ള പിള്ളേരെയൊക്കെ തന്നെ സെറ്റ് ചെയ്തിട്ട് ഒരു പരിപാടി. അപ്പം ഞാനൊരു 5 മിനിറ്റോ അല്ല ഒരു 10 മിനിറ്റോ പരിപാടിയിലേക്ക് എത്തിക്കഴിഞ്ഞ ഒരു പ്രൊഡക്ഷനെ സമീപിച്ച് ഒരു 10-20 ലക്ഷം രൂപയ്ക്ക് സിനിമ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. അത് എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ എന്നാൽ പോലും അങ്ങനെയുള്ള സിനിമകളൊക്കെ ചെയ്യാൻ ഞാൻ ശ്രമിച്ച ഒരാളാണ്. അപ്പം
നമ്മളപ്പോൾ ഒരു ഭയങ്കര കൂട്ടായ്മ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ള മൂഡിലായിരുന്നു എല്ലാം പോകുന്നത്. ഭയങ്കര പ്രൊഫഷണലായിട്ട് സിനിമ വരുമ്പോൾ അതിൻ്റേതായ ചട്ടക്കൂടുകളുണ്ട്, മാറ്റങ്ങളുണ്ട്, പരിപാടികളെല്ലാം ഉണ്ട്. വെളിയിൽ പോയപ്പം ഈ പറഞ്ഞ ലാസ്റ്റ് മൊമെന്റിൽ ഞാൻ ഇതൊക്കെ മൈൻഡിൽ ആലോചിച്ചിരുന്നു. അവസാനത്തെ പാക്കി പറയുമ്പോഴത്തേക്ക് ഇതുപോലെ ഈ പടം കഴിഞ്ഞു, ഈ 115 ദിവസം ഞാൻ ഷൂട്ട് ചെയ്തോ എന്നൊക്കെയുള്ള ചിന്ത ആ 115-ാം ദിവസം എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ആ തീർന്ന അതേ ഇപ്പം ഈ പറയുന്ന ലാസ്റ്റ് ഇപ്പം ഈ അലനൊരു മെഡിക്കൽ ഷോപ്പിൽ വന്നിട്ട് ഈ മരുന്ന് വാങ്ങിക്കത്തില്ലേ, അപ്പം അതാണ് നമ്മൾ ഏറ്റവും ലാസ്റ്റ് എടുക്കുന്ന സീക്വൻസ്. അപ്പം അതെടുക്കാൻ അപ്പം നമ്മളൊരു സ്ഥലത്തുനിന്ന് ഇപ്പുറത്തോട്ട് വരണം. അപ്പോൾ അത്രയൊരു ട്രാവൽ ചെയ്യുന്ന കുറച്ച് ടൈമുണ്ട്. അപ്പോൾ ഞാനും അല്ലനും കൂടെയൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അപ്പം ഞാൻ എപ്പോഴോ ഓർത്ത് ഞാൻ ഇത് 115 ദിവസം ഞാൻ ഷൂട്ട് ചെയ്തോ, എനിക്ക് അങ്ങോട്ട് ഞാൻ ഇത്രയും ദിവസം. ഇപ്പം സാധാരണ ഇപ്പം നോർമലി നമ്മുടെ ഇവിടെയൊക്കെ ഒരു പടങ്ങളുടെ ഒരു ടൈം എന്ന് പറയുമ്പോൾ 35 to 60, 70 അങ്ങനെയൊക്കെ പോകുന്നതായിരിക്കും, കാറ്റഗറി അനുസരിച്ചിട്ടായിരിക്കും. ഞാൻ ഇങ്ങനെ 115 ദിവസത്തിൻ്റെ ഭാഗമായ ഒരു സിനിമ ഞാൻ ചെയ്തോ എന്നൊക്കെ എനിക്ക് ആ ടൈമിൽ അപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ ഉള്ളിൽ തോന്നലുണ്ടായിരുന്നു. അതൊരു മൊമെൻ്റ് ആയിരുന്നു. അത് പറയുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിലായിരിക്കും അത്, എനിക്കത് പുറമെ പ്രകടിപ്പിക്കാനൊന്നും അറിയില്ല, പക്ഷെ എൻ്റെ ഉള്ളിൽ അങ്ങനത്തെ തോന്നലുകളൊക്കെ ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് എന്ത് എങ്ങനെ എന്നൊന്നും അറിയില്ല. അപ്പം പിന്നെ അതൊക്കെ എല്ലാം പിന്നെ അങ്ങനെ ഒരു പ്രോസസ്സിങ്ങിലൂടെ ഇപ്പം വിപിൻ ചേട്ടനാണെങ്കിലും എന്നെ അത്രയും അധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൾക്ക് വേണമെങ്കിൽ മാറി നിൽക്കാം ഒരു ടൈം കഴിയുമ്പോഴത്തേക്കല്ലേ, പക്ഷെ അങ്ങനെയൊന്നും ആളെന്നെ അത്രയും എനിക്ക് എൻ്റെതായ പരിമിതികൾ ആൾക്ക് എന്നെക്കാളും ധാരണയുണ്ട്. എനിക്ക് എന്തൊക്കെ കാര്യത്തിലാണ് പരിമിതി ഉള്ളതെന്ന് ആൾക്ക്. അപ്പോൾ എൻ്റെ ആ പരിമിതിയെ എങ്ങനെ പൊട്ടിക്കാവുന്ന ആളാണ് ആദ്യം നോക്കുന്നത്. എനിക്ക് അങ്ങനെ മ്യൂസിക്കിൽ അത്ര വലിയ പിടികളൊന്നുമില്ല. അപ്പം വിജയനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് ഒരു പുള്ളിയുടെ പാട്ട് സെലക്ഷനാണ് എല്ലാ പരിപാടി, അങ്ങനെ ഒരു വൈബിലൂടെ പുള്ളി ജീവിച്ച് പോയിക്കൊണ്ടിരുന്ന ആളാണ്. മ്യൂസിക്കൊക്കെ അത്രയും ഭയങ്കര ധാരണയാണ്. ഒരു 50-കൾ മുതലുള്ള സിനിമകളെ പറ്റി, മ്യൂസിക്കിനെ പറ്റിയൊക്കെ പുള്ളിക്ക് ഭയങ്കര ധാരണയുണ്ട്. അപ്പം എനിക്കിപ്പോൾ എൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കേൾക്കുന്ന പാട്ടുകളെ എനിക്കിഷ്ടമുള്ള പാട്ടുകൾ. ചിലപ്പം വണ്ടിയിലേക്ക് ഇരിക്കുമ്പോൾ ഞാൻ പാട്ട് വെച്ച് ആരും എൻ്റെ കൂടെ പോലും ഇരിക്കുന്നില്ല, അത്രയും വെറുപ്പിലായിരിക്കും ഞാൻ വെറുപ്പിക്കുന്നത്. അപ്പം അതൊക്കെ എനിക്കൊരു അപ്പം ഞാൻ ആളോട് ഇങ്ങനെ പറഞ്ഞോട്ടെ, എനിക്ക് ഇങ്ങനെ ഒരു ഇതാണ് എൻ്റെ ടെൻഷൻ കൊണ്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ ആളോ നീ ഒന്നും നോക്കണ്ട, അപ്പം എന്തൊക്കെ പറഞ്ഞു നമുക്ക് ഇതുപോലെ മ്യൂസിക് ടീമിൻ്റെ അടുത്ത് പോകാമെന്ന് പറഞ്ഞാൽ പുള്ളി നമ്മളെ കൊണ്ട് എന്നെ പരിചയപ്പെടുത്തിയ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ അവരോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് പുള്ളി എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ ഇവിടെ നിൽക്കി, ഞാനിപ്പോൾ നാളെ വരാമെന്ന് പറഞ്ഞ ഒരു പോയി ഒരാഴ്ച കഴിഞ്ഞിട്ട് ആൾ വരുന്നത്. അപ്പോൾ എനിക്കൊരു കുറച്ച് തലയിലൊക്കെ ഒരു വെളിവൊക്കെ വീണുണ്ട്. ഞാൻ ആദ്യമായിട്ട് അപ്പം ഒരു മൂളിപ്പാട്ട് പോലും അവിടെ പാടാൻ പറ്റത്തില്ല, കാരണം എല്ലാവരും മ്യൂസിക് ഡയറക്ടർമാരാണ്. കിളിയാണെങ്കിലും പാർവതീഷ്, ആൽബിൻ, ആര്യൻ, അങ്ങനെ കുറേ അവരുടെ ടീം അടിപൊളിയാണ്. നമ്മളെങ്ങനെയാണ് അസിസ്റ്റന്റ് ഡയറക്ടറിനെ ട്രീറ്റ് ചെയ്യുക അല്ലെ അങ്ങനെ ഒരു മൂഡ് പോകുന്നത്, അതിനേക്കാളും അടിപൊളിയാണ് ഈ മ്യൂസിക് ടീം. അങ്കിത് മേനോൻ എന്ന് പറഞ്ഞ ആള് അവരുടെ ടീമിനെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള, എനിക്ക് ആളോട് ഭയങ്കര ബഹുമാനം തോന്നിയതൊക്കെ അങ്ങനെയാണ്. അവരങ്ങനെ അങ്ങനെ ഒരു ഇതൊന്നുമില്ല, ഞാനോ നീയൊന്നോ ഉള്ള ചിന്തകളൊന്നുമില്ല. അവരെല്ലാവരും ഒന്നാണ്, അവർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സിനിമയിലെ ഇത്രയും പാട്ടുകളും ഈ മ്യൂസിക്കുകളൊക്കെ ഇത്രയും വർക്കാനുള്ള കാരണം അവരുടെ ആ കൂട്ടായ്മ തന്നെയാണ്. അപ്പോൾ അവിടെ വെച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇങ്ങനെ എനിക്ക് വളരെ കുഞ്ഞായിട്ടാണെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ഞാൻ അത്ര വലിയ പെർഫെക്റ്റോ ഭയങ്കര കിടലൊന്നും അല്ല ഇങ്ങനത്തെ കാര്യത്തിൽ. ഭയങ്കര ഈ സിനിമയിൽ കൂടെ തന്നെ അങ്ങനെ കുറേ അറിവുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റിയത്. അതിനൊരു വലിയൊരു വിജയത്തിന്റെ ഭാഗവും കൂടെയായി. അതെ അതെ അതെ. സെവൻസ ഇത്രയും നേരം നമ്മളുടെ കൂടെ ചെലവഴിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് അസ് ആൻഡ് ടീമും എല്ലാവരോടും നമുക്ക് വളരെയധികം നന്ദിയുണ്ട്. ഓക്കെ, താങ്ക് യു.